ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. ബഹുമാനപ്പെട്ട നവീന മിസ്സിനെ പ്രാർത്ഥനാ കാലത്തിനായി ക്ഷണിക്കുന്നു. ഭദ്രം കന്നേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷിഭിർജത്രഃ സ്ഥിരൈരംഗസ്തുഷ്ടുമാസ തനൂഭിഃ വ്യശേമ ദേവഹിതം യദായോ പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. പ്രകാശന കർമ്മത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ നിങ്ങളേവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി കോട്ടയം BC കോളേജിലെ മലയാള വിഭാഗം അധ്യക്ഷൻ ശ്രീ അനീഷ് സ്റ്റീഫൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, സദസ്സിന്റെ സാന്നിധ്യമായിരിക്കുന്ന ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായവരെ, ഏവർക്കും നമസ്കാരം. ചൈതന്യയുടെ ഈ ഓഡിറ്റോറിയത്തിൽ, ഈ സുന്ദര സായാഹ്നത്തിൽ നാം ഒന്നു ചേർന്നിരിക്കുന്നത് വളരെ സന്തോഷം പകരുന്ന ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ബാബു സാറിന്റെ സ്വർണചാമരം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനവും അക്ഷരശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും സംയുക്തമായി സമുചിതമായി ഇന്ന് ഇവിടെ നടക്കുകയാണ്. അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കുന്ന കേരള എക്സ്പ്രസ് പത്രത്തിൽ വിവിധ ഘട്ടങ്ങളിലായി എഴുതിയ കഥകളാണ് ഇവിടെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, സമകാലിക മലയാളി സമൂഹത്തിന്റെ ജീവിതാവസ്ഥകളുടെ ഒരു പരിച്ഛേദം, ഒരു മുറി ഈ കഥകളിലൊക്കെ നമുക്ക് കണ്ടെത്താം. സൂക്ഷ്മമായി കടന്നു പോകുമ്പോൾ നമ്മെ തന്നെ ആ കഥകളിൽ കണ്ടെത്താനാകും. അത് അതിൻ്റെ ഒരു സവിശേഷതയാണ്. ഇന്ന് ഈ സൗഹൃദ കൂട്ടായ്മയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങൾ, വിശിഷ്യ ബാബു സാറിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ തലങ്ങളെ സ്പർശിച്ചവര് വന്നിട്ടുണ്ട്. അവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനായി ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഇന്നത്തെ ഈ സ്നേഹക്കൂട്ടായ്മയുടെ അധ്യക്ഷൻ നമ്മുടെ MP തോമസ് ചാഴിക്കാടൻ അവറുകളാണ്. നിരവധി തവണ നിയമസഭാ സാമാജികരൊക്കെ ആയിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ സജീവ വ്യക്തിത്വമാണ്. ബാബു സാറിന്റെ കുടുംബ സുഹൃത്തു കൂടിയായ തോമസ് ചാഴിക്കാടൻ MP വളരെ ആദരവോടെ പ്രിയത്തോടെ ഈ സ്നേഹക്കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സ്വർണചാമരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് കടുത്തുരുത്തി MLA ശ്രീ മോൻസ് ജോസഫ് അവർകളാണ്. മുൻ മന്ത്രിയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കേരളത്തിൽ വളർന്നു വരുന്ന മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ സവിശേഷ സ്ഥാനമുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ അല്പം സമയത്തിനുള്ളിലെത്തും ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സ്നേഹകൂടാരത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പ്രൊഫസർ ഷീല സ്റ്റീഫൻ ആണ്. നമുക്കറിയാം, അടുത്ത കാലത്താണ് നമ്മുടെ ഏറ്റവും സന്തോഷത്തോടെ അദ്ദേഹം ടീച്ചറിന് ലഭിച്ച പദവി നമ്മളെയൊക്കെ സന്തോഷപ്പെടുത്തുന്നത്. 2 തവണ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, 2 തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇത്
5ാം തവണയും ആ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന PCM കോളേജിന്റെ മുൻ പ്രിൻസിപ്പലും ഞങ്ങളുടെ ഒക്കെ വഴികാട്ടിയും സവിശേഷ വ്യക്തിത്വത്തിന്റെ ഉടമയുമായ ഷീല ടീച്ചറിനെയാണ് മുഖ്യ പ്രഭാഷകയായി ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. ടീച്ചറിന് ഈ സ്നേഹക്കൂട്ടായ്മയിലേക്ക് സുസ്വാഗതം. ഇന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് 3 ബഹുമാനപ്പെട്ട വൈദികരുണ്ട്. ആദ്യമായി ബഹുമാനപ്പെട്ട എബ്രഹാം പറമ്പെട്ടച്ചൻ, ഞങ്ങളുടെ BCM കോളേജിന്റെയും ഒഴിവ് കോളേജിന്റെയും ഒക്കെ മാനേജരാണ്. അതിനു മുമ്പ് അപ്പനാദേശിന്റെ ചീഫ് എഡിറ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്ത് ബാബു സാറും ആ ബോർഡിലൊക്കെ അംഗമായിരുന്നു. ഇപ്പോ ഏറ്റവും പുതിയതായിട്ട് അതിരൂപതയിലെ PROയുടെ ചുമതല കൂടി അച്ഛന് ലഭിച്ചിട്ടുണ്ട്. ബഹുമുഖ വ്യക്തിത്വത്തിനുടമയായ, നമുക്ക് ആർക്കും സമീപിക്കാവുന്ന വ്യക്തിത്വത്തിനുടമയായ പറമ്പേട്ടച്ഛന്റെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം പകരുന്നതാണ്. ബാബു സാറിന്റെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം പറമ്പേട്ടച്ഛനെ ഏറ്റവും ആദരവോടെ പ്രിയത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യും. വീണ്ടും ബഹുമാനപ്പെട്ട മാത്യു മണക്കാട്ടച്ഛൻ. അച്ഛൻ വടവാതൂർ സെമിനാരിയിലെ പ്രൊഫസറായിരുന്നു. കോട്ടയം അതിരൂപതയിൽ നിന്ന് തന്നെ പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെ പ്രസിഡന്റായ വ്യക്തിത്വം കൂടിയാണ്. ഇപ്പോൾ ചൈതന്യയിൽ സ്നേഹ ശുശ്രൂഷ ചെയ്യുന്നു. സാർ എപ്പോഴും പറയും, സാറിന്റെ ഒരു സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായ മണക്കാട്ടച്ഛനെ കുറിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി എത്തിയിരിക്കുന്ന ഫാദർ മാത്യു മണക്കാട്ടിനെ ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫാദർ തോമസ് പുതിയകുന്നേലച്ഛൻ, അച്ഛൻ ഒരു സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ട് പോയതാണ്. ഒരുപക്ഷെ തീരുന്നതിന് മുൻപ് തന്നെ സാർ അച്ഛൻ എത്താൻ പറ്റും. അച്ഛനും വടവാതൂർ സെമിനാരിയിലെ പ്രൊഫസറായിരുന്നു. കാരിത്താസ് ആയുർവേദ ആശുപത്രിയിലെ സ്ഥാപക ഡയറക്ടറാണ്. സാറിന്റെ ഇടവക സംക്രാന്തിയിലെ വികാരി അച്ഛൻ കൂടിയാണ്. ബാബു സാറിന്റെ ഇടവക വികാരി കൂടിയാണ്. അതിരൂപതയിലെ സ്കൂളുകളുടെ കോർപ്പറേറ്റർ സെക്രട്ടറിയാണ്. കൃത്യമായ സ്വാഗതം പുതിയ കുന്നേലച്ഛന് ആശംസിക്കുന്നു. ഇന്ന് സ്വർണ്ണചാമരം എന്ന ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് ബാബു സാറിന്റെ സഹപാഠിയും സുഹൃത്തു കൂടിയുമായ മാധ്യമപ്രവർത്തകൻ ശ്രീ CL തോമസ് സാറാണ്. മാതാനം കോളേജിലൊക്കെ അവര് സഹപ്രവർത്തകരായിരുന്നു. നമുക്കറിയാം, ടെലിവിഷൻ ചാനലുകളിൽ വളരെ കടന്നു വരുന്ന ഏഷ്യാനെറ്റിന്റെ ഒക്കെ ആരംഭകാലത്തെ മാധ്യമപ്രവർത്തകനായി CL തോമസ് ആ ചാനലിൽ തന്നെ രംഗത്ത് വന്നു. പിന്നീട് മീഡിയ വണ്ണിന്റെ ഒക്കെ ചുമതലക്കാരനായി. ഇപ്പോൾ കേരള മീഡിയ അക്കാദമി എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന, സ്വതന്ത്രമായ വീക്ഷണമൊക്കെ വെച്ച് പുലർത്തുന്ന, മാധ്യമരംഗത്തെ മാറ്റങ്ങളെ സവിശേഷമായി നിരീക്ഷിക്കുന്ന ശ്രീ CL തോമസ് സാറാണ് പുസ്തക അവതരണം നടത്തുന്നത്. ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക്, ഈ സ്നേഹ കൂടാരത്തിലേക്ക് CL തോമസ് സാറിന് സുസ്വാഗതം. ശ്രീ ജോസ് കണിയാലി 4 പതിറ്റാണ്ടിലധികമായി അമേരിക്കയിൽ പ്രവർത്തിക്കുന്നു. മാധ്യമരംഗത്ത് സവിശേഷമായ ശ്രദ്ധ പുലർത്തുന്ന വ്യക്തി. KCCNA മുൻ പ്രസിഡന്റാണ്. 25 വർഷമായി ചിക്കാഗോയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കേരള എക്സ്പ്രസ് പത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ആ പത്രത്തിലാണ് ഈ സ്വന്തചാമരത്തിലെ കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചു വന്നത്. ശ്രീ ജോസ് കണിയാലിയെ ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യും. ആശംസാ പ്രസംഗകനായി അടുത്തതായി ശ്രീ ബേബി ഊരാളിൽ. 4 പതിറ്റാണ്ട് ആയി ചിക്കാഗോയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ പീറ്റർ അച്ഛന്റെ സഹോദര പുത്രൻ കൂടിയാണ്. KCCNA, ഫോമ എന്നിവയുടെ ഒക്കെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചിക്കാഗോയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ സജീവ സാന്നിധ്യമാണ്. ബാബു സാറിന്റെ സുഹൃത്തു കൂടിയാണ്. ഈ സൗഹൃദ കൂട്ടായ്മയിൽ ആശംസ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ ബേബി ഊരാളിൽ അവർകളെ ഏറ്റവും ആദരവോടെ ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജയ്പു കുളങ്ങര. ഇദ്ദേഹവും ചിക്കാഗോയിൽ 4 പതിറ്റാണ്ടിലധികം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. മികച്ച സംഘാടകനും സഹൃദയനുമാണ്. ഇന്ന് ഈ
സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമായി എത്തി ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ ജയ്ബു കുള്ളങ്ങരയ്ക്ക് ഈ സമ്മേളനത്തിലേക്ക് സുസ്വാഗതം. ഡെന്നി ഊരാളിൽ നമ്മുടെ BCM കോളേജിലെ സൈമൺ അച്ഛന്റെ സഹോദരനാണ്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ താമസം. KCC-ന്റെ അതുപോലെ വിവിധ മലയാളി അസോസിയേഷനിലൊക്കെ നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ബാബു സാറിന്റെ സുഹൃത്തു കൂടിയായ ശ്രീ ഡെന്നി ഊരാളിൽ അവരുടെ ഏറ്റവും പ്രിയത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുവാൻ അടുത്തതായി സിറിയക് കൂവക്കാട്ടിൽ KCCNA-യുടെ മുൻ പ്രസിഡന്റാണ്. ചിക്കാഗോയിലെ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമാണ്. നല്ല ഒരു സംഘാടകനും സഹൃദയനുമായ ശ്രീ സിറിയക് കൂവക്കാട്ടിൽ അവരുടെ ഈ സ്നേഹ സൗഹൃദ കൂട്ടായ്മയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഇനിയും പുസ്തകത്തിനും ആമുഖമൊക്കെ നടത്തുന്നത് ഈ പ്രസാധകൻ കൂടി ആയ ശ്രീ മാത്യൂസ് ഓരത്തേലാണ്. കോട്ടയം ആസ്ഥാനമായിട്ടുള്ള വര ആർട്ട് ഗാലറിയുടെ ക്യൂറേറ്ററാണ്. കോട്ടയത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യം, ചിത്രകാരൻ, ശില്പി, പ്രസാധകൻ. ഏറ്റവും ആദരവോടെ പ്രിയത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ മാത്യൂസ് ഓരത്തെ. അവസാനമാണെങ്കിലും ഈ ചടങ്ങിന്റെ മുഖ്യ താരം എന്ന് പറയുന്നത്, കാരണഭൂതൻ എന്ന് പറയുന്നത് ബാബു സാറാണ്. ഈ പുസ്തക പ്രകാശനത്തിന്റെ കാരണക്കാരൻ. ബാബു സാറിനെ ഏറ്റവും ആദരവോടെ പ്രിയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബാബു സാർ ഇവിടെ ആകുമ്പോഴും ഇതിന് പിന്തുണയായി ഇതിനൊക്കെ സഹായിക്കുന്ന താങ്ങായും തണലായും പ്രചോദനമായും എപ്പോഴും കൂടെ നിൽക്കുന്ന വത്സ ടീച്ചറിനും, പിന്നെ ഈ സദസ്സിന്റെ ഭാഗമായി വിവിധ മേഖലകളിലുണ്ട് വൈദികരായിട്ടുള്ള ആളുകളുണ്ട്, BCM കോളേജിലെ സഹപ്രവർത്തകരായ ആളുകളുണ്ട്, സാറിന്റെ കുടുംബക്കാരുണ്ട്, അഭ്യുദയകാംക്ഷികളുണ്ട്. എല്ലാവരെയും ഇതിന്റെ അരങ്ങിലും അണിയറയിലും ഒക്കെ പ്രവർത്തിച്ച എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ സൗഹൃദ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നടത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പുസ്തകത്തിന്റെ കുറച്ച് ആമുഖം ഹ്രസ്വമായി ഇവിടെ അവതരിപ്പിക്കുന്നതിനായി ഈ പുസ്തകത്തിന്റെ പ്രസാധകനും വര ആർട്ട് ഗാലറിയുടെ പ്രൊപ്പറേറ്ററുമായ ശ്രീ മാത്യു ഒരത്തലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിശിഷ്ട അതിഥികളെ, രണ്ട് ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് ഈ സ്വർണ്ണച്ചാമരം ഉണ്ടായത് എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. 1980 മനോരമ വാർഷിക പതിപ്പിൽ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ അന്തരിച്ച കഥാകൃത്ത്, നോവലിസ്റ്റ് പാറപ്പുറത്തിൻ്റെ ഒരു കഥ വന്നിരുന്നു. ആ സുഖങ്ങൾ വെറും ജാലം എന്നായിരുന്നു ആ കഥയുടെ പേര്. ഈ പാറപ്പുറത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരിക്കലും നേരിട്ട് അനുഭവിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത പ്രമേയങ്ങളൊന്നും അദ്ദേഹം കഥയാക്കുകയില്ലായിരുന്നു. ആരുടെയെങ്കിലും അനുഭവങ്ങൾ, ആ അനുഭവങ്ങളുടെ തുടർച്ചയെന്നോണം അദ്ദേഹത്തിലേക്ക് ഒഴുകിയെത്തുന്ന മറ്ററിവുകൾ, ഈ അറിവുകളുടെ ബലത്തിലാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. അതല്ലാതെ അദ്ദേഹം സങ്കല്പിച്ചു കൂട്ടി ഒന്നും തന്നെ എഴുതുമായിരുന്നില്ല. എല്ലാ സാഹിത്യകാരന്മാർക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പാറപ്പുറത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഉറപ്പുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഉറപ്പുള്ള സംഭവങ്ങൾ, കഥാപാത്രങ്ങൾ, ഈ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം അത് എഴുതിയത്. അതില് ആ കഥയുടെ അവസാനം ഒരു അധ്യായം മാത്രമാണ് ഈ മനോരമ വാർഷിക പതിപ്പിൽ വന്നത്. അതിന്റെ ഒരു രക്തചുരുക്കം ഇതായിരുന്നു: കേരളത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് നേഴ്സിംഗ് പഠിച്ച് കുടുംബത്തെ രക്ഷപ്പെടുത്താനായിട്ട് ജർമ്മനിക്ക് പോയ റോസമ്മ എന്ന് പറയുന്ന ഒരു നേഴ്സിന്റെ കഥയായിരുന്നു. അപ്പൊ ഈ നേഴ്സ് അവിടെ പോയി ഒരുപാട് അത്യാവശ്യത്തിന് പണമൊക്കെ ഉണ്ടാക്കി കുടുംബക്കാരെയൊക്കെ സഹായിച്ചു. പക്ഷെ അവരുടെ ജീവിതം എങ്ങും എത്തിയില്ല. അങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹം ആ കഥയുടെ അവസാനം എഴുതി, ഈ റോസമ്മയുടെ തുടർ ജീവിതത്തെ കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നെ അറിയിക്കുക. പുള്ളി ഫോൺ നമ്പരും ഒക്കെ കൊടുത്തു. ഇത് 1980 വന്നത്. പക്ഷെ ഒരാൾ മാത്രം ഈ സാറിനെ തേടിയെത്തി. ഒരു ഉച്ച സമയത്ത് മാവേലിക്കരയിലുള്ള അദ്ദേഹത്തിന്റെ, കുന്നത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു കാറ് വരുന്നു. അതിൽ നിന്ന് ഏകദേശം മധ്യവയസ്സ് പ്രായമുള്ള ഒരു യുവതി ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആരാണ്? അപ്പൊ പറഞ്ഞു, ഞാനാണ് സാറിന്റെ കഥയിലെ നായിക റോസമ്മ.
പിന്നീട് ആ റോസമ്മയുടെ ജീവിതം ഈ പാറപ്പുറത്തിനോട് റോസമ്മ പറഞ്ഞെങ്കിലും അത് എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 1981 ഡിസംബറിലെ പാറപ്പുറം അന്തരിച്ചു. അതിന് പിന്നീട് ഒരു തുടർച്ച ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷമാണ്. മലയാളത്തിലെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മലയാളത്തിലെ ഇപ്പോഴത്തെ സമകാലിക പ്രമുഖ എഴുത്തുകാരിൽ പ്രസിദ്ധനായ വിനു എബ്രഹാം അതിനൊരു തുടർച്ച എഴുതി. അത് കഴിഞ്ഞ വർഷം മാതൃഭൂമി വീക്കിലിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഒരുപാട് നിരൂപക പ്രശംസ നേടുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ആ വിനു എബ്രഹാമാണ് ഈ ബാബു സാറിന്റെ സ്വർണ്ണചാമരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, അതിൽ വിനു എബ്രഹാം പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ബാബു സാറിന്റെ സ്വർണ്ണചാമരത്തിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ സൊസൈറ്റികളിലും നമ്മുടെ അയൽവക്കങ്ങളിലും നമ്മുടെ സൗഹൃദ കൂട്ടായ്മകളിലും അതല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന പരിസരങ്ങളിലെല്ലാം നമുക്ക് ഇവരെയൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു ഫിക്ഷൻ അല്ല, ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് ബാബു സാർ എഴുതിയിരിക്കുന്ന ഈ സ്വർണ്ണചാമരം. ഇപ്പൊ ഒരു പ്രസാദൻ എന്നുള്ള നിലയിൽ ഞാൻ മലയാളത്തിലെ പ്രസിദ്ധരായ പലരുടെയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബാബു സാറിന്റെ ആദ്യത്തെ പുസ്തകത്തിന് അവതാരിക എഴുതിയത് മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധിയായ നോവലിസ്റ്റ് KR മീരയാണ്. ഈ KR മീരയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് 4 പേജ് മാത്രമേ എഴുതാവുള്ളൂ. 600 പേജ് വരുന്ന ബാബു സാറിന്റെ പുസ്തകം ഞങ്ങൾ KR മീരയ്ക്ക് വായിക്കുന്നതിന് കൊടുത്തു. KR മീര എഴുതി തന്നത് 12 പേജാണ്. ഈ 12 പേജ് എഴുതി തന്ന് ഞങ്ങൾ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു. അപ്പോ KR മീരയോട് ഞങ്ങൾ ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് ഇത്രയും, സാധാരണ രീതിയിൽ നമ്മൾ അവതാരിക എഴുതുന്ന ആളുകളോട് 4 പേജ് പറഞ്ഞാൽ അവർ 3 പേജ് എഴുതി തരുവുള്ളൂ. ഇത് 4 പേജ് പറഞ്ഞിട്ട് 12 പേജ് തന്നപ്പോൾ ഈ 600 പേജും KR മീര വായിച്ചതിന് ശേഷമാണ് പറയുന്നത്, എനിക്ക് അത്രയും എഴുതേണ്ടതായിട്ട് വന്നു. കാരണം ഈ കഥാപാത്രങ്ങളെല്ലാം വളരെ സജീവമായിട്ട് എന്റെ ചുറ്റുപാടുകളിലൂടെ സഞ്ചരിക്കുന്നത് പോലെ, എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നി. ഇതിനകത്തൊരു യാഥാർത്ഥ്യത്തിന്റെ, പരമാർത്ഥത്തിന്റെ സത്യമുണ്ട്. ഇത് ഈ ബാബു സാറ് സങ്കല്പിച്ചു കൂട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഫിക്ഷൻ അല്ല. അതുകൊണ്ട് ഞാൻ എഴുതി വന്നപ്പോൾ 12 പേജായി. അത് തന്നെ ബാബു സാറിന് കിട്ടുന്ന ബാബു സാറിന്റെ പുസ്തകങ്ങളുടെ ആദ്യത്തെ ഒരു അവാർഡാണെന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഇത്രയും വലിയൊരു സദസ്സ്, കോട്ടയത്ത് ഒരു പുസ്തക പ്രകാശനത്തിൽ ഇത്രയും പ്രൗഢമായ, ഇത്രയും നിറഞ്ഞ ഒരു സദസ്സ് വരില്ല. ഒരു 35-40 പേര് മാത്രമേ വരുവുള്ളൂ. കാരണം അത് പുസ്തകത്തെ സ്നേഹിക്കുന്നവരും പുസ്തകത്തെ വായിക്കുന്നവരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇതൊരു സാങ്കല്പിക കഥകളും സാങ്കല്പിക ലോകവുമല്ല. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ സമൂഹം, നമ്മുടെ സൊസൈറ്റി, അവിടെ ജീവിച്ച് മരിച്ചുപോയ ആളുകൾ, ഇവിടെ നിന്ന് എല്ലാം കെട്ടിപ്പെറുക്കി വിദേശത്ത് പോയ ആളുകൾ, എല്ലാം നേടി എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, ഇങ്ങനെ ഒരുപാട് നമുക്ക് പരിചയമുള്ള കഥാപാത്രങ്ങളെയാണ് ബാബു സാർ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ പുസ്തകം വാങ്ങണം. വാങ്ങുക എന്ന് പറയുന്നത് വാങ്ങി ബാബു സാറിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല പറയുന്നത്. ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് ബാബു സാർ അവതരിപ്പിക്കുന്നത്. ആ കാലഘട്ടം നമ്മുടെ തലമുറകളും ഇനി വരാൻ പോകുന്ന തലമുറ ഇവര് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങുക. ഈ പുസ്തകത്തിന്റെ വില 200 രൂപയാണ്. 3 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു സെറ്റ് കിട്ടും, 500 രൂപയ്ക്ക് കിട്ടും. ഇത് നിങ്ങൾ വാങ്ങുക. വാങ്ങി ഈ പുതുവത്സരത്തില് വായനയോട് താല്പര്യമുള്ള ആളുകൾ, നിങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റു സുഹൃത്തുക്കൾ, ഇവർക്കെല്ലാം ഓരോ കോപ്പി നിങ്ങൾ ഈ പുതുവത്സരത്തിൽ സമ്മാനമായിട്ട് കൊടുക്കുക. വായിക്കുക, നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് അറിയുക, നമ്മൾ പിന്നിട്ട വഴികളെ കുറിച്ച് അറിയുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മീറ്റിങ്ങിന് ശേഷം ഇതിന്റെ പുറത്ത് അതെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം വാങ്ങുക, അത് എല്ലാവരുടെയും കൈകളിൽ എത്തിക്കുക. അങ്ങനെ ഒരു എഴുത്തുകാരന്റെ ധാർമ്മികമായിട്ടുള്ള ചുമതല, അദ്ദേഹം ഈ സമൂഹത്തോട് ചെയ്യുന്ന ആ കടപ്പാടിന് വായനക്കാരെന്നുള്ള നിലയിൽ സമൂഹം തിരിച്ചു ചില കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യണം. അത് ഈ പുസ്തകം വായിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണ്. അങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോട് കൂടി ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിലെ ഈ പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന കടുത്തുരുത്തിയുടെ സമാരാധനായ MLA ശ്രീ മോൻസ് ജോസ് എന്നെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അടുത്തതായി
സ്വർണ്ണച്ചാമരം എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഇവിടെ നൽകുന്നതിനായി മീഡിയ അക്കാഡമി ഡയറക്ടറും ഏഷ്യാനെറ്റ് മീഡിയ വൺ എന്ന തുടങ്ങിയ ചാനലുകളുടെ പത്രപ്രവർത്തകനുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സി.എൽ. തോമസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ തോമസ് ചെറിയാണ്. ഈ ചടങ്ങിന്റെ കേന്ദ്രബിന്ദുവായ പ്രിയ സഹോദരൻ ബാബു, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബാബുവിന്റെ സ്വർണ്ണച്ചാമരം എന്ന പുസ്തകം അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന രണ്ട് മറ്റു പുസ്തകങ്ങൾ. ഒന്ന്, അടുത്ത കാലത്ത് ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ പ്രശസ്തമായി തീർന്ന സാപ്പിയൻസ് എന്നുള്ള പുസ്തകം. ഇസ്രായേലി നരവംശാസ്ത്രജ്ഞനായ യുവാൽ നോവ ഹരാരി എഴുതിയ ആ പുസ്തകം. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് മനുഷ്യവംശ പരിണാമ ചരിത്രം പറയുന്ന പുസ്തകത്തിൽ ഒരു കാര്യം, മനുഷ്യൻ കഥകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ കഥകൾ പറയാനുള്ള സാമർഥ്യം കൈവരിച്ച ആ നാളും ആ കഴിവാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചത്. അപ്പൊ കഥകൾ പറയുന്നത് പുരോഗതിയിലേക്കുള്ള പാതയാണ്. മറ്റൊരു പുസ്തകം നിക്കോസ് കസാൻസാക്കിസിന്റെ ദി റിപ്പോർട്ട് ഗ്രെക്കോ, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന ക്രീറ്റ് എന്ന ഗ്രീക്ക് ദ്വീപിനെ കുറിച്ചിട്ട് ഇടയ്ക്കിടെ ആ ദ്വീപിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ ആ ദ്വീപിന്റെ മണങ്ങൾ അദ്ദേഹം അനുഭവിക്കുമായിരുന്നു. ആ ഓർമ്മ. അപ്പോ ഇവിടെ ബാബു നടത്തിയിരിക്കുന്നത് ഏതാണ്ട് വർത്തമാന കാലത്തിൽ നിന്ന് കാലത്തിലൂടെ പുറകോട്ടുള്ള ഒരു സഞ്ചാരം. അത് വർത്തമാനത്തിൽ കാലൂന്നി കാലത്തിലൂടെ ഓർമ്മകളിലൂടെ പുറകിലേക്ക് പോകുന്ന ഒരു സഞ്ചാരമാണ്. അവിടെ നിങ്ങൾക്ക് ഈ കഥ പറയലിന്റെ മനുഷ്യ കുലത്തിനാകെ ഉള്ള അതിനോടുള്ള ആകർഷണം, ഈ കഥ പറയലിനോടുള്ള ആകർഷണം അതവിടെ ഉണ്ട്. അതോടൊപ്പം ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ ഓർമ്മകളെ, ഇവിടെ എത്തിയിരിക്കുന്ന ഈ സദസ്സ് ഏതാണ്ട് സമപ്രായക്കാരുടെ ഒരു സദസ്സുമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഈ അവസ്ഥയിലെത്തി നിൽക്കുന്ന മനുഷ്യരുടെ ഒരുപക്ഷെ ഭൂതകാലത്തിന്റെ മണങ്ങൾ, അതിന്റെ ശബ്ദങ്ങൾ, അതിന്റെ പ്രകൃതി, അത് നമ്മുടെ അനുഭവം, ആ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ രൂപപ്പെട്ടത്. ഇതിൽ വരുന്ന ഒരുപാട് സംഭാഷണങ്ങൾ, ഒരുപാട് ഭാഷാപ്രയോഗങ്ങൾ, ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ ജീവിച്ചനുഭവിച്ച, പിന്നീട് വിട്ടുപോയ, ഇന്ന് നമുക്ക് ഓർമ്മകളോ അല്ലെങ്കിൽ ചില സമയത്ത് ചരൽ വഴികൾ. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം കുളിക്കാൻ പോയത് 3 തൊട്ടി താഴെയുള്ള കിണറിന്റെ അടുത്തേക്കാണ്. ഈ 3 തൊട്ടി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാടാകെ സമതലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ തൊട്ടി എന്ന് പറയുന്നത് എത്ര ആളുകൾക്ക് പുതിയ തലമുറയിൽ മനസ്സിലാക്കാൻ കഴിയും. എനിക്കത് മനസ്സിലാവും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാവും. കാരണം തട്ടുതട്ടുകളായി ഭൂമി തിരിച്ച് അതിൻ്റെ താഴെയാണ് കിണറുണ്ടായിരുന്നത്. അവിടെ ഒന്നുകിൽ സ്റ്റീൽ തൊട്ടിയിലോ എന്തിന് തമുകിൻ പാളയുടെ തൊട്ടിയിലോ ഒക്കെ വെള്ളം കോരി കുളിച്ചിരുന്ന ഒരു കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി
മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശം എങ്ങനെയാണ് നമ്മളെയൊക്കെ രൂപപ്പെടുത്തിയത് എന്നുള്ളതിൻ്റെ ഓർമ്മിപ്പിക്കലാണ്. അതിവിടെ ഞാൻ പറയുന്ന അത് ഇവിടെ ആ ഓർമ്മിപ്പിക്കൽ നമ്മുടെ പാട്ടുകൾ ഈ കഥകളിലെല്ലാം തന്നെ ഒട്ടുമുക്കാൽ കഥകളിലും പഴയകാല പാട്ടുകൾ ഇന്നും നമ്മൾ വളരെ ഗ്രഹാതുരത്വത്തോടുകൂടി ഓർമ്മിക്കുന്ന അതിലെ സാഹിത്യ സംബന്ധിയായ സൗന്ദര്യ അനുഭവങ്ങളെ വീണ്ടും ഓർമ്മിക്കുന്ന അതുണ്ട്. നമ്മുടെ രുചികൾ ഇപ്പോ നമുക്ക് അറിയാൻ കഴിയാതെ പോകുന്ന രുചികൾ, അങ്ങനെ ഒരു ജീവിതം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും കാരണവശാൽ മാറിയ കാലം മോശമെന്നും പഴയ കാലമായിരുന്നു. പണ്ട് ഒരു പറച്ചിലുണ്ടായിരുന്നു, ശോഭിക്കുന്ന 70കളും 80കളും. ഇപ്പോഴത്തെ കുട്ടികൾക്കാവട്ടെ തീരെ സാമൂഹ്യ ബോധമില്ല, ഒന്നുമല്ല എന്നവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാറിയ കാലത്തെ മാറിയ രീതിയിലുള്ള സാമൂഹ്യ അവബോധമാണ്. അതിനോടുള്ള ആ മാറിയ കാലത്തിന്റെ പുതിയ തലമുറയുടെ ജീവിതത്തെ സഹാനുഭൂതിയോടുകൂടി അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സമീപനവും ഇതിലെ കഥകളുണ്ട്. ഇതിലെ കഥകൾ അത് നേരത്തെ ഇവിടെ സംസാരിച്ച സാർ സൂചിപ്പിച്ചതുപോലെ ഇത് കഥകളാണ്. ഞാനതിനെ ഡോക്യുമെന്റേഷൻ എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാലത്തിൻ്റെ ഡോക്യുമെന്റേഷനാണ്. അതിലെ വികാരങ്ങളുടെ ഡോക്യുമെന്റേഷനാണ്, അതിലെ മനുഷ്യബന്ധങ്ങളുടെ ഡോക്യുമെന്റേഷനാണ്, അതിലെ പ്രണയങ്ങളുടെയും പ്രണയഭംഗങ്ങളുടെയും ഡോക്യുമെന്റേഷനാണ്. ചുരുക്കത്തിൽ ആ കാലത്തിൻ്റെ, അതായത് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന, നമ്മൾ അറിഞ്ഞു തുടങ്ങിയ ജീവിതകാലം മുതൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ജീവിതകാലം വരെയുള്ള കാലത്തിൻ്റെ സ്പന്ദനങ്ങളുടെ ഡോക്യുമെന്റേഷനാണ്. ഇത് മഹത്തായ കഥകളാണോ? സാഹിത്യ സൗന്ദര്യ അളവുകോലുകൾ വെച്ച് മഹത്തായ കഥകളാണോ? അങ്ങനെ മഹത്തായ കഥകൾ ആവാൻ ഈ കഥകൾ ഉദ്ദേശിച്ചിട്ടുമില്ല എന്നുള്ളതാണ് ഈ കഥകളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാനിത് കഥകളല്ല, ഇത് നമ്മളെയൊക്കെ നമ്മുടെ ഭൂതകാലത്തേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇതിലുള്ള കഥാപാത്രങ്ങൾ. ചില കഥകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പം ഇതെന്നെ കുറിച്ചിട്ടാണല്ലോ എഴുതിയേക്കണേ എന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ അവസാനമായപ്പോൾ തോന്നിയതില്ല, ഞാനല്ല, എൻ്റെ ചില അംശങ്ങളുണ്ട് അതിനകത്ത്. അത് അങ്ങനെയാണ്. ചിലത് വായിച്ചപ്പോൾ എനിക്ക് ജോസ് കണിയാനിയെ കുറിച്ചിട്ടാണെന്നാണ് തോന്നിയത്, അതുമല്ല ലൂസിയെ കുറിച്ചിട്ടാണെന്നും തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ആരെയല്ല. ഇത് യാഥാർത്ഥ്യമാണ്. ബാബുവിൻ്റെ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ജീവിച്ച സൗഹൃദങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ഇത്രയും കാലം അനുഭവിച്ച ബന്ധങ്ങളുടെ, അനുഭവിച്ച സ്നേഹത്തിന്റെ സ്പർശങ്ങൾ. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരിയായി ഞാൻ വിചാരിക്കുന്നത്, ഇത് മനുഷ്യന് സാധ്യമായ ഏറ്റവും വലിയ സിദ്ധി. അതുള്ളവർ ഭാഗ്യവാന്മാർ. അത് ചിരിക്കാനുള്ള, സ്വയം നോക്കി ചിരിക്കാനും ജീവിത സന്ദർഭങ്ങളെയും മറ്റുള്ളവരെയും നോക്കി ചിരിക്കാനുമുള്ള ആ സിദ്ധി ഉണ്ടല്ലോ. ആ സിദ്ധിയാണ് ബാബുവിൻ്റെ ഏറ്റവും വലിയ സിദ്ധി. ഈ ഓരോ കഥകളിലും നമ്മൾ വളരെ ഗൗരവത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഓരോ കഥകളിലും ഈ ചിരിയുടെ ഒരു വെള്ളി നൂല് ഇതിൻ്റെ അടിത്തട്ടായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ചിരിയിലൂടെ നമുക്ക് കാലത്തെ കാണാൻ പറ്റുമോ? ആ ചിരിയിലൂടെ ജീവിതത്തെ നിർമ്മമമായി കാണാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് സാധ്യതകൾ കടക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന കൊച്ചു സംഭവങ്ങളുടെ ഡോക്യുമെന്റേഷനാണ് ഈ പുസ്തകം. ഇതിനകത്തുള്ള ചില കഥകൾ, അതിലെ ചില പ്രത്യേകതകൾ പറയാം. ഒരു കഥ, നീതിമാന്റെ വിഷാദയോഗം എന്നാണ് ആ കഥയുടെ പേര്. അതിലെ ഒരു വാചകം, രണ്ടാളുകൾ വിവാഹിതരാകുന്നതിന് പ്രത്യാശയുടെ കതിരുകൾ ഉയർത്തി അവർ ജീവിതം ആരംഭിച്ചു. അപ്പോ ഈ പ്രത്യാശയുടെ കതിരുകൾ നമ്മളൊരു പുതിയ ജീവിതഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉണരുന്നത്, അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ സവിശേഷ സന്ധികളിലെല്ലാം ഈ പ്രത്യാശയുടെ കതിരുകൾ നിങ്ങളെ ഉണർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എന്താവും? ജീവിതത്തിൽ പ്രത്യേകിച്ച് സന്തോഷിക്കാൻ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്കായിരിക്കും എത്തുന്നത്.
അതേപോലെ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹൃദയ സരസിലെ പ്രണയപുഷ്പം എന്ന കഥയിൽ കുരിശുവര കഴിഞ്ഞാണ് തോമസ് കുട്ടിയുടെ കുളി. വീടിരിക്കുന്നതിന് 2-3 തൊട്ടി താഴെയാണ് കിണം. ഇങ്ങനെ പിന്നെ പാട്ടുകൾ, പാരിജാതം, എത്രയോ പാട്ടുകൾ നമ്മുടെയൊക്കെ കൗമാര യൗവന കാലത്ത്, ഇന്നും കൗമാര യൗവന കാലത്ത് നമ്മളെയൊക്കെ വല്ലാണ്ട് സ്വാധീനിക്കുകയും ഇന്നും അത് മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളായി നിലനിൽക്കുകയും ചെയ്യുന്ന എത്രയോ പാട്ടുകൾ. ഈ പാട്ടുകളെ കുറിച്ചുള്ള ഓർമ്മിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അതെന്താണ് വാസ്തവത്തിൽ? അത് ആ കാലത്തെ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഓർമ്മിപ്പിക്കലുമാണ്. കാലത്തിലൂടെ പിന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾ വർത്തമാനത്തെ വിട്ട് ഉപേക്ഷിക്കുന്നുമില്ല. വർത്തമാനത്തിലെ ആകുലതകളുടെ അവസ്ഥകൾ എന്നറിയാം. നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹ്യ പ്രശ്നമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വൃദ്ധരായ മനുഷ്യർ, ആരും ബന്ധുക്കൾ സ്ഥലത്തില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ. നമുക്കൊക്കെ അറിയാം, നമ്മുടെ കാലത്ത്, ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കാലത്ത് കുട്ടികൾ നമ്മളെ നോക്കും എന്ന് സങ്കല്പിക്കുന്നത് തന്നെ പരമാവധം. കാരണം അവരുടെ ജീവിതം ഈ നാടിന്റെ അച്ഛനെയും അമ്മയെ, ഈ നാട്ടിൽ നിന്നുകൊണ്ട് അച്ഛനെയും അമ്മയെ നോക്കി സ്വസ്ഥമായി നടത്താവുന്ന ഒരു കാര്യമല്ലാതായി മാറിയിരിക്കുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറിയിരിക്കുന്നു. നമ്മൾ അവരെ ആ തരത്തിൽ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ അതൊരു കഠിന യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം വസ്തുതയായിരിക്കെ തന്നെ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയായിരിക്കെ തന്നെ ഒന്നുകൂടി സംഭവിക്കുന്നുണ്ട്. ഈ പറയുന്ന ഏകാന്തതയുടെ, ഒറ്റപ്പെടലിന്റെ വാർദ്ധക്യങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതും ഇതിലെ പല കഥകളിലും അതൊരു പ്രധാന പ്രമേയമായിട്ട് വരുന്നുമുണ്ട്. അപ്പോ നമ്മൾ രൂപപ്പെട്ട പരിസരം അത് നമ്മളെ എല്ലാ കാലവും പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ പറയുമ്പോൾ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ അവസാനം ജോലി ചെയ്തിരുന്ന മീഡിയ വണ്ടിന്റെ ജേർണലിസം ചെയ്തുകൊണ്ടിരുന്ന മീഡിയ വണ്ടിന്റെ പോരണം എന്നെനിക്ക് തോന്നിയപ്പോൾ വയനാട്ടിൽ താമസമാക്കിയാലോ എന്നാലോചിച്ചു. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തും കസിനും സഹോദരനുമായ അവനോട് ഈ ആശയം പങ്കിട്ടപ്പോൾ പറഞ്ഞത് അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉചിതം. കാര്യം ഉദ്ദേശിച്ചത്, ഈ വയനാട്ടിൽ പോയി താമസിച്ചാൽ എല്ലാ മാസവും 4 ദിവസം ഇവിടെ വന്ന് താമസിക്കുകയും ബാബു ജീവിച്ച അല്ലെങ്കിൽ ചെയ്ത തൊഴിൽ അധ്യാപക വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ബാബു ഇടപെട്ട മനുഷ്യ കൂട്ടായ്മകളിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. അങ്ങനെ പല തലങ്ങളിലുള്ളതാണ്. ഇതിന്റെ എല്ലാം പൊതുവായിട്ടുള്ള അംശം ഈ തരത്തിലുള്ള നമ്മളുടെ മൂല്യബോധം. ഞാൻ മറ്റൊരു കഥ, ഒരു കോളേജിൽ, അത് ബാബുവിന്റെ കോളേജ് തന്നെ ആയിരിക്കാം, ഒരു കോളേജിൽ അവിടെ ആദ്യമായി ഒരു സ്ത്രീ അധ്യാപിക ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാവും. അതേ തുടർന്ന് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതില് ആ കഥ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു സാധനം, ഒരു കാര്യം, അതിന് വളരെ വളരെ എന്താ പറയാ, അതിനകത്ത് അതിൻ്റെ ഒരു ധാരയായി നിൽക്കുന്നത് ഈ പുരുഷ അഹന്തയ്ക്കേറ്റ ഒരടിയോട് എങ്ങനെയാണ് അവിടുത്തെ പുരുഷ സമൂഹം പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ കഥയിൽ പൂർണ്ണമായും, എന്നാൽ ബാബു ഒരു സ്ത്രീപക്ഷവാദവും അതിനകത്ത് ഉന്നയിക്കുന്നില്ല. ബാബു വളരെ നിർമ്മമത്വത്തോടു കൂടിയ ഒരു കാഴ്ചക്കാരനായി നിന്നുകൊണ്ട് ഈ സ്ത്രീ പക്ഷത്തിൽ നിന്നുകൊണ്ട് ആ പ്രശ്നത്തെ നമുക്ക് മുന്നിൽ തുറന്നിടുകയും ചെയ്യുന്നു. അപ്പൊ ആ തരത്തിലുള്ള നവീനമായ ആശയങ്ങളുടെ, അല്ലെങ്കിൽ മനുഷ്യൻ ആയിരിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ആശയങ്ങളുടെ വളരെ സരളമായ ആവിഷ്കാരങ്ങളുടെ രൂപമാണ് ബാബുവിന്റെ സ്വർണ്ണചാമരം. അപ്പൊ ആ വളരെ ലളിതമായി നമ്മുടെ ചുറ്റും നമുക്ക് പരിചിതം എന്ന് പറയുന്ന സംഭവങ്ങളിലൂടെ ജീവിതത്തിന്റെ മഹാസമസ്യകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന പുസ്തകമാണ് സ്വർണ്ണചാമരം. അതിനെ പരിചയപ്പെടുത്താൻ എനിക്ക് അവസരം ലഭിച്ചതിൽ, അവസരം തന്നതിന് എന്റെ സംഘാടകരോടുള്ള നന്ദി പറയുന്നു. ബാബുവിന് എല്ലാ ആശംസകളും നന്ദി. 20 വർഷക്കാലം ഏറ്റുമാനൂർ MLA-യും 5 വർഷക്കാലം കോട്ടി MP ആയിട്ടും ഇന്ന് ജനപ്രതിനിധി അല്ലെങ്കിലും രാഷ്ട്രീയത്തിന്റെ വിശുദ്ധിയും
പൊതുപ്രവർത്തനത്തിന്റെ നന്മയും എന്ന ജീവിതത്തെ കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട തോമസ് ചാഴികാടൻ ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരൻ ടോമിച്ചേട്ടനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ബാബു സാറിൻ്റെ സ്വർണ്ണച്ചാമരം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രീ മോൻസ് ജോസഫ് MLA, വേദിയിൽ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ബഹുമാനായ ബഹുമാനിയായ പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ബഹുമാനായ പറമ്പേട്ടച്ച, ബഹുമാനായ മണക്കാട്ടച്ച, പ്രിയപ്പെട്ട ഈ പുസ്തകം പരിചയപ്പെടുത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ CL തോമസ്, ആമുഖം പറഞ്ഞ ശ്രീ മാത്യു സോരത്ത്, സ്വാഗതം ആശംസിച്ച ബഹുമാനായ ഡോക്ടർ അനിൽ സ്റ്റീഫൻ, പ്രിയമുള്ള ശ്രീ ബേബി ഊരാൾ, പ്രിയപ്പെട്ട ശ്രീ ജോസ് കണിയാലി, ശ്രീ ബേബി ഊരാളി, ശ്രീ ജയഗോകുളം, ശ്രീ ബെന്നി ഊരാളി, ശ്രീ ശ്രീ കൂവക്കാട്ടിൽ ഉൾപ്പെടെ വേദിയിൽ സന്നിധരായിരിക്കുന്ന പ്രിയമുള്ളവരെ, ബഹുമാനായ തോമസ് പുതിയുന്നേരച്ചൻ എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബാബു സാറ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ കുടുംബ സുഹൃത്ത്, കുടുംബ അംഗമാണ്. അദ്ദേഹവുമായി എനിക്ക് കഴിഞ്ഞ 35 വർഷകാലമായിട്ടുള്ള ആത്മബന്ധമാണുള്ളത്. എനിക്ക് മുമ്പേ എൻ്റെ സഹോദരൻ ബാബുവുമായി അദ്ദേഹത്തിന് നിറഞ്ഞ സൗഹൃദമായിരുന്നു എന്നത് അവരെ KCBയിലെ പ്രിയപ്പെട്ട ജോസ് കനിയാലിയും ബാബു സാറും എൻ്റെ സഹോദരൻ ബാബുവും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും ഞങ്ങളെ അയവിറക്കാറുണ്ട്. അങ്ങനെയുള്ള ബാബു സാറ് ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹം KCBയിലൂടെ തൻ്റെ നേതൃരംഗത്തെ പാഠവങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. അതിനുശേഷം ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്തി. ഏതാണ്ട് 5 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ കോട്ടയം രൂപതയുടെ PRO ആയി പ്രവർത്തിച്ചു. അതുപോലെ നല്ലൊരു പ്രഭാഷകനാണ്, വാഗ്മിയാണ്. ആ നിലയിലെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ച അദ്ദേഹത്തെ വളരെ അടുത്തറിയാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. എൻ്റെ സഹോദരൻ്റെ വേർപാടിന് ശേഷം ഞങ്ങൾ രൂപീകരിച്ച ബാബു ചാഴികാടൻ ഫൗണ്ടേഷൻ്റെ പ്രമുഖനായ ഒരു ഭാരവാഹി കൂടിയാണ് പ്രൊഫസർ ബാബു കുഴിക്കുന്നേൽ. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഇവിടെ വിവരിച്ചു കേട്ടപ്പോൾ, ഞാൻ ഇതുവരെ വായിച്ചില്ല, വിവരിച്ചു കേട്ടപ്പോൾ തീർച്ചയായും വരും തലമുറയ്ക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാകും എന്നതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥകാരൻ എന്നുള്ള നിലയിലുള്ള കഴിവുകൾ അത് ഭാവി തലമുറയ്ക്ക് വളരെ പ്രയോജനകരമായി മാറുന്നു എന്നതിൽ അഭിമാനിക്കാൻ, സന്തോഷിക്കാം. ഇന്നത്തെ തലമുറ വായനാശീലത്തിൽ നിന്ന് മാറിപ്പോകുന്നു അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നു എന്നൊക്കെ പരാതിയുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും അദ്ദേഹം കഥാരൂപത്തിൽ 25 കഥകളുടെ സമാഹാരമാണ് ഈ സ്വർണ്ണച്ചാമരം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കഥാരൂപത്തിൽ ഓരോ വ്യക്തിയെയും സ്പർശിക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ ഓരോ വ്യക്തിയും ആ കഥയുടെ ഭാഗമായി മാറുന്ന തരത്തിലുള്ള അവതരണം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്, സന്തോഷകരമാണ്. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ദീർഘമായി സംസാരിച്ചു പോകുന്നത് അർത്ഥമില്ല. അദ്ദേഹത്തിന് ഈ പുസ്തക പ്രകാശനത്തോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രീ ജോസ് കണിയാലിയുടെ നേതൃത്വത്തിൽ
ഒരു അവാർഡ് കൂടി നൽകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അക്ഷരശ്രേഷ്ഠ അവാർഡ്. ജോസ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എൻ്റെ സഹോദരൻ ബാബുവിൻ്റെ ആത്മമിത്രമായിരുന്നു. ഇപ്പോൾ ഞങ്ങളും അതുപോലെ ആത്മമിത്രങ്ങളാണ്. ഞാൻ അമേരിക്കയിൽ ചെന്നാൽ ജോസിൻ്റെ വീട്ടിൽ താമസിക്കാത്ത ഒരവസരം പോലും ഉണ്ടായിട്ടില്ല. 6 or 7 തവണ ഇപ്പോൾ പോയി ആ എല്ലാ അവസരങ്ങളിലും ജോസിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അതേപോലെ ജോസുമായി ആത്മബന്ധമുള്ള വ്യക്തിത്വമാണ് ശ്രീ ബാബു സാറ്. ബാബു സാറിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുവാൻ കഴിഞ്ഞ അനേക വർഷങ്ങളായി അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കുന്ന കേരള എക്സ്പ്രസ് എന്ന പത്രത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ജോസ് ഈ അക്ഷരശ്രേഷ്ഠ അവാർഡിലൂടെ ബഹുമാനപ്പെട്ട ബാബു സാറിനെ അംഗീകരിക്കുമ്പോൾ അത് നമുക്കൊക്കെ സന്തോഷകരമാണ്. അങ്ങനെ നല്ല 2 ചടങ്ങുകൾ ഇവിടെ നടക്കുമ്പോൾ അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടോബി ചേട്ടാ. അടുത്തതായി ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് പുസ്തക പ്രകാശനമാണ്. സ്വർണ്ണചാമരം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ്. ആ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി കടുത്തുരുത്തിയുടെ MLA ശ്രീ മോൻസ് ജോസഫിനെയും പുസ്തകം സ്വീകരിക്കുന്നതിനായി ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ തോമസ് ചാഴികാടനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന മുൻ MP-യും മുൻ MLA-യും കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായ പ്രിയങ്കനായ ശ്രീ തോമസ് ചാഴികാടൻ അവരുടെ, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരായ പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ആദരണീയരായ വൈദിക സിസ്റ്റർ എബ്രഹാം പറമ്പേട്ടച്ചൻ, മാത്യു മണക്കാട്ടച്ചൻ, തോമസ് പുതിയ കുന്നലച്ചനടക്കമുള്ള വൈദിക സിസ്റ്ററെ, പുസ്തകം ആമുഖം അവതരിപ്പിച്ച മാത്യു സോരത്തിൽ, പുസ്തകത്തിന്റെ വിശദാംശങ്ങൾ അവതരിപ്പിച്ച മീഡിയ അക്കാദമിയുടെ ഡയറക്ടറും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ശ്രീ CL തോമസ്, കേരള എക്സ്പ്രസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ നമുക്കെല്ലാം പ്രിയപ്പെട്ട ജോസ് കണിയാലി, പ്രിയപ്പെട്ട ബേബി ഊരാളിൽ ബേച്ചേടൻ, ശ്രീ ഡെന്നി ഊരാളിൽ, പ്രിയങ്കനായ ശ്രീ കോക്കാട്ടിൽ, പുസ്തകം ഇവിടെ നമുക്ക് വേണ്ടി ഇന്നിവിടെ തയ്യാറാക്കുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത പ്രൊഫസർ ബാബു തോമസ് കോഴിക്കുന്നൽ ബാബു സാറ്, ഡോക്ടർ നവീന നരുതൊക്കൽ ടീച്ചർ, പ്രിയങ്കരായ മറ്റ് വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സ്വർണ്ണചാമരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഹൃദ്യമാണ്. നമ്മുടെ സ്വന്തമായ ഒരു പ്രോഗ്രാം. വ്യക്തിപരമായ വൈകാരികതയോടെയാണ് ആ സ്നേഹബന്ധത്തിന്റെയും ആത്മബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ബാബു സാറിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കും. ശ്രീ തോമസ് ചാഴികാടൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ബാബു സാറുമായിട്ടും ജോസ് കണിയാലിയുമായിട്ടും എല്ലാവർക്കുമുള്ള സൗഹൃദം എടുത്തു പറയാൻ കഴിയുന്നതാണ്. കോട്ടയത്ത് ദീർഘകാലമായി സജീവതയോടെ നിന്നിരുന്ന ഒരു യുവാക്കളുടെ ഒരു മുൻനിര എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ്.
ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രിയങ്കരനായ ശ്രീ ബാബു ചാഴികാടനും ബാബു പൂഴിക്കുന്നിലും ജോസ് കണിയാലയും എല്ലാം ഉള്ള ഒരു സൗഹൃദ കൂട്ടായ്മ യുവ നേതൃനിരയുടെ കരുത്തു തെളിയിച്ച ഒരു കാലഘട്ടം. അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കോട്ടയം ബിസിനസ് സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന എന്നെപ്പോലെയുള്ള ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾ അടുത്ത് കണ്ട് മനസ്സിലാക്കിയ കുറെ നല്ല വ്യക്തിത്വങ്ങളാണ് ഇവർ ഓരോരുത്തരും. പ്രിയപ്പെട്ട ശ്രീ ജോസ് കണിയാലി പിന്നീട് അമേരിക്കയിൽ അദ്ദേഹത്തിന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ പോയി. പക്ഷെ മാധ്യമരംഗത്തേക്കുള്ള ഒരു അതികായകനായി പിന്നീട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ജോസ് കണിയാലിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയിൽ കേരള എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ച 25 കഥകളാണ്, ഹൗസ് സാറിന്റെ സൃഷ്ടികളാണ് ഇപ്പോൾ സ്വർണ്ണചാമരമായി തീർന്നിട്ടുള്ളത്. ഇത്തരമൊരു സംരംഭത്തിന് മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട ഹൗസ് സാറിനെ ഞങ്ങൾ എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഹൗസ് സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊരു നല്ല തുടക്കമായി മാറട്ടെ. ഇനി നിരവധി സൃഷ്ടികൾ ഹൗസ് സാറിന് സമൂഹത്തിന് വേണ്ടി സമ്മാനിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 2026 അക്ഷരനഗരിയിലെ പുസ്തക സമ്മാനമാണ് ഹൗസ് സാറിന്റെ സ്വർണ്ണചാമരം എന്നത് മറ്റൊരു സവിശേഷതയാണ്. 2026 പിറന്നതിന് ശേഷം പുതുവത്സരത്തിൽ കോട്ടയത്ത് മറ്റ് പുസ്തക പ്രകാശന ചടങ്ങുകൾ നടന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. തിരുവനന്തപുരത്ത് നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വിവിധ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയുണ്ടായി. ഞങ്ങളൊക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിലെ പ്രഗത്ഭരായ നിരവധി ആളുകളുടെ പുസ്തകങ്ങളാണ് സമീപ ദിവസങ്ങളിൽ പ്രകാശനം ചെയ്തിട്ടുള്ളത്. അക്ഷരനഗരിയിൽ കോട്ടയത്ത് 2026 ആദ്യത്തെ പുസ്തക പ്രകാശന ചടങ്ങ് ബാബു സാറിന്റെ സ്വർണ്ണചാമരം എന്ന പുസ്തകമാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി എന്നും ഓർക്കാൻ കഴിയുന്ന കാര്യമാണ്. ബാബു സാറിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം കേരള എക്സ്പ്രസ് ആണ് ഇത് സമൂഹ മധ്യത്തിലേക്ക് ആദ്യം പകർന്നു കൊടുത്തത്. കേരള എക്സ്പ്രസിന്റെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ ജോസ് കണിയാലി ഇപ്പോൾ ഇവിടെ സന്നിഹിതനാണ്. ജോസ് കണിയാലിയും ലൂസി കണിയാലിയും അവര് ഒരേപോലെ ഈ വാർത്തകൾ, കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ വാർത്തകൾ ഓരോ ദിവസവും നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ വെളുപ്പിന് എണീക്കുന്ന സമയത്ത് വാർത്ത കണ്ട സന്തോഷത്തോടെ എണീക്കുമ്പോൾ ഉറങ്ങാതിരുന്ന് വാർത്ത ചെയ്യുന്ന കണിയാലിയെ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും കേരളത്തിലെ പൊതുരംഗത്ത് നിൽക്കുന്നവർക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത്രയേറെ ആത്മാർത്ഥതയോടെ ജോസ് കണിയാലി അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നുള്ളതാണ്. വളരെ നീറ്റായിട്ടുള്ള വാർത്തകളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ആ വാർത്തയുടെ തന്നെ ഒരു പ്രത്യേകത, അദ്ദേഹം വളരെ വ്യക്തതയോടെ വളരെ സ്മാർട്ടായ വാർത്ത അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വലിയൊരു സേവനം ശ്രീ ജോസ് കണിയാലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ആര് ന്യൂസിലെത്തിയാലും കണിയാലിയുടെ ഇന്റർവ്യൂവിന് സമ്മതിക്കാതെ, അല്ലെങ്കിൽ കണിയാലിയുടെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാതെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോരാൻ കഴിയില്ല എന്നുള്ള ഉറപ്പാണ്. അതുകൂടെ തീരുമാനിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയും. അത്രയേറെ വരുന്നവരെ പരിഗണിക്കുവാനും അവർക്ക് വേണ്ടി എല്ലാ വിധത്തിലുമുള്ള സ്നേഹപൂർവമായ സഹായം ചെയ്യുവാനൊക്കെ ജോസ് കണിയാലി എടുത്തിട്ടുള്ള താല്പര്യം ബാബു സാറിന്റെ കാര്യത്തിലും തീർച്ചയായിട്ടും ഒരു അടുത്ത സുഹൃത്തുക്കൾ എന്ന നിലയിൽ അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ്. പ്രിയങ്കരനായ ശ്രീ ജോസ് കണിയാലിയെ പ്രത്യേകമായി അവസരത്തിൽ നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിനും എല്ലാ മംഗളാശംസകളും തരുന്നു. കേരള എക്സ്പ്രസിന്റെ അക്ഷരശ്രേഷ്ഠ പുരസ്കാരം പ്രിയപ്പെട്ട ബാബു തോമസ് കോഴിക്കോട് ബാബു സാറ് അതിനുകൂടി അർഹനാവുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യമായി നമുക്കത് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ഇനിയും ചെയ്യുവാൻ ഇവരുടെ നേതൃത്വത്തിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ദീർഘമായി പ്രസംഗിക്കുന്നതിൽ ഒരു പ്രഗത്ഭരായ നിരവധി ആളുകളുടെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. വീണ് കിട്ടിയ ഒരു ഭാഗ്യം പോലെയാണ് ഞാനിപ്പോൾ ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. പ്രിയപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് പോരുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ കടുത്തുരുത്തിയിൽ 1-2 ചടങ്ങുകളിലായിരുന്നു. ചടങ്ങിന് വരും എന്നുള്ളത്, പക്ഷെങ്കിലും അതിൻ്റെ കൂടെ തോമസ് ചാഴികാടൻ അധ്യക്ഷനായി മാറി, പുസ്തക പ്രകാശകനായി ഞാനും മാറി. അപ്പം അതും ഒരു ബാബു സാറിന്റെ പുസ്തകമായതുകൊണ്ട് ഇരട്ടി മധുരം പോലെ അതും ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഞങ്ങൾ പല പരിപാടികളിലും ക്ലാസ് എടുക്കുവാൻ ബാബു സാറിനെ നേരത്തെ വിളിക്കുമായിരുന്നു. വിദ്യാർത്ഥി യുവജന പ്രോഗ്രാമുകളിൽ, കേരള കോൺഗ്രസിലെ രാഷ്ട്രീയ പരിപാടികളിലൊക്കെ ബാബു സാർ ക്ലാസ് എടുക്കാൻ വരുന്നത് രാഷ്ട്രീയമല്ല, സമൂഹത്തിൽ നന്മയോടുകൂടി സാൻമാർഗിക ബോധത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ നടത്താൻ കഴിയും
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സമൂഹ നന്മയ്ക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള നല്ല വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാവുമായിരുന്നു. അത് നമുക്ക് അനുഗ്രഹപ്രദമായിരുന്നു. അങ്ങനെയുള്ള നിരവധി ക്ലാസ്സുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹം പഠിപ്പിച്ച സമയത്ത് ക്ലാസ്സിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വിവിധ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതുമൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഇതെല്ലാം ബാബു സാർ പ്രഗത്ഭനായ സാഹിത്യരംഗത്ത് വളരെ പ്രാഗൽഭ്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വ്യക്തിത്വമാണ് എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളാണ്. ഇനിയും പ്രൊഫസർ ബാബു സാറിന് വിവിധങ്ങളായിട്ടുള്ള സൃഷ്ടികൾ സമൂഹത്തിന് വേണ്ടി സമ്മാനിക്കുവാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് സ്വർണ്ണ ചാമരത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുങ്ങുന്നു. നമസ്കാരം. കേശുവിലൂടെ പ്രവർത്തനം ആരംഭിച്ച് കോട്ടയം അതിലൂടെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ KCB സുവർണ കാലഘട്ടത്തിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറിയെ പ്രവർത്തിച്ച് അതിനുശേഷം അമേരിക്കയിലെത്തി അമേരിക്കയിലെ ഷിക്കാഗോ KCSന്റെയും പ്രസിഡന്റായി ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാള മാധ്യമമായ കേരള എക്സസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ പ്രിയപ്പെട്ട ജോസ് കണിയേരിയെ അക്ഷരശ്രേഷ്ഠ പുരസ്കാര സമർപ്പണത്തിന് ക്ഷണിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മോൻസ് ജോസഫ് MLA, പ്രിയപ്പെട്ട തോമസ് ചാഴികാടൻ, ഇന്നത്തെ താരമായ പ്രിയപ്പെട്ട ബാബു സാറ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ ഒരു 48 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ്. 1977 ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നടന്ന KCYL ക്യാമ്പിലൂടെയാണ് ഞാൻ ബാബു സാറിനെ കാണുന്നതും പരിചയപ്പെടുന്നത്. അന്ന് 2 ബാബുമാരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. ഒന്ന് ബാബു ചാഴികാടനും ബാബു പുഴിക്കുന്നേൽ. അന്ന് ആരംഭിച്ച സൗഹൃദം ഇത്രയും വർഷങ്ങൾ പിന്നിട്ടും കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളത് ആ സൗഹൃദത്തിന്റെ ഒരു ആത്മാർത്ഥതയുടെ ലക്ഷണമായിട്ട് ഞാൻ കരുതുക. 1977-88 കാലഘട്ടമായിരുന്നു എൻ്റെ സംഘടനാ രംഗത്ത് ഈ കോട്ടയത്തും പരിസരത്തും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചത്. ഈ ചൈതന്യ പാർഷൽ സെന്റർ, കോട്ടയത്തെ BCM കോളേജ്, ഉഴവൂർ കോളേജ്, അതുപോലെ കോട്ടയത്ത് ഇന്ത്യൻ കോഫി ഹൗസ്, തണ്ടൂർ റെസ്റ്റോറൻറ്റ്, ടോമിച്ചേട്ടൻ്റെ വീട്, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഞങ്ങളുടെ പ്രവർത്തന കാലഘട്ടങ്ങൾ. അന്നത്തെ ഞങ്ങളുടെ പ്രിയങ്കരനായ ബാബു ചാഴികാടൻ ഇന്നില്ല. അന്ന് ടോമിച്ചേട്ടൻ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് പക്ഷേ ഞങ്ങളുടെ ചർച്ചകൾക്കായിട്ട് എപ്പോഴും തുറന്നു കിടക്കുകയാണ്. പിന്നീട് വർഷങ്ങൾ പിന്നിടുമ്പോൾ 20 വർഷക്കാലം MLA ആയിട്ടും 5 വർഷക്കാലം MP ആയിട്ടും അദ്ദേഹം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും സേവനം ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അതിശയമാണ്. ആ കാലഘട്ടത്തില് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രാജു വാലപ്പാട്ട്, സൈമൺ ആറുപറ, അതുപോലെ വിൻസെന്റ് വലിയവീട്ടിലെ ദുബായിൽ നിന്ന് വന്നിരിക്കുന്നു, ബിജു KLനൊക്കെ ഞാൻ കാണുന്നു, ഷൈജു ഒട്ടപ്പള്ളിയുണ്ട്. അങ്ങനെ നിരവധി പേര് KCYലൂടെ കടന്നു വന്ന വേദിയിലുള്ള അമേരിക്കയിലുള്ള ഡെന്നി ഊരാളില്, ഇവരൊക്കെ ആ കാലഘട്ടത്തിൽ ഞങ്ങളോട് ഒരുമിച്ച് KCYയിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചതാണ്. ഇപ്പോഴും ഈ സൗഹൃദ ബന്ധം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. അന്ന് കോട്ടയത്തോടെ ഞങ്ങൾ നടക്കുമ്പോൾ ഈ ഇരിക്കുന്ന മോൻസ് ജോസഫ് ആ ബെസലീസ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിട്ട് നടക്കുമ്പോൾ അന്ന് ഈ മോൻസ് MLA ആകുമെന്നോ മന്ത്രി ആകുമെന്നോ ഒന്നും ഞങ്ങളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. പക്ഷെ അന്നും പുള്ളി അങ്ങേരെ മോൻസ് വളരെ ശാന്തനും സൗമ്യനും ഒരു എളിമയുടെ പര്യായവുമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ആ ബന്ധങ്ങൾ, മോൻസുമായിട്ടുള്ള ബന്ധവും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണേലും MLA ആയാലും അല്ലെങ്കിലും അമേരിക്കയിൽ വരുമ്പോഴും ഒക്കെ ആ ബന്ധങ്ങൾ പുതുക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോഴും ഉണ്ട്. ഒരു രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. ഇനി കേരള എക്സ്പ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 34 വർഷങ്ങൾ പിന്നിടുകയാണ് കേരള എക്സ്പ്രസ് ആരംഭിച്ചിട്ട്. കേരള എക്സ്പ്രസിന്റെ സ്ഥാപകനും
ചീഫ് എഡിറ്ററുമായ ശ്രീ KM ഈപ്പന്റെയും എൻ്റെ മറ്റ് സഹപ്രവർത്തകരുടെയും ഒരു തീരുമാനമായിരുന്നു. കഴിഞ്ഞ 25 വർഷക്കാലം ബാബു സാർ ഒരു കൺസൾട്ടന്റ് എഡിറ്റർ എന്ന നിലയിൽ കേരള എക്സ്പ്രസിൽ പ്രവർത്തിച്ചു. പൈസ ഒന്നും കൊടുക്കാനില്ലായിരുന്നു, മേടിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. പക്ഷെ എങ്കിലും നമുക്ക് പലപ്പോഴും ഭാഷാപരമായ കാര്യങ്ങളിൽ ഒരു സംശയം വരുമ്പോൾ, രാത്രിയാണേലും പകലാണേലും അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം അത് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ആ ഒരു സ്നേഹബന്ധമാണ് ഈ 25 വർഷം പിന്നിടുമ്പോൾ അക്ഷര ശ്രേഷ്ഠ പുരസ്കാരം എന്ന പേരിൽ ഈ ഒരു അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അമേരിക്കയിലെ പല പ്രസിദ്ധീകരണങ്ങളും നിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ 34 വർഷങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അമേരിക്കൻ മലയാളികളുടെ ഇടയിലാണ്, അമേരിക്കൻ മലയാളികളുടെ ഒരു പിന്തുണയും സഹകരണവുമാണ് ഈ പ്രസിദ്ധീകരണത്തെ ഇന്നും അവിടെ നിലനിർത്തുന്നത്. വേദിയിലുള്ള സിറേക്ക് കോക്കാട്ടില്, ബേബി ഊരാളില്, അതുപോലെ സിറേക്ക് പുത്തമ്പര, ഷിക്കായിലുള്ള സണ്ണി ഇടിയാലിൽ, ലുക്കാച്ചൻ കുഴിക്കുന്നേല്, ഇവരെല്ലാം മുഖങ്ങളെ ഞാൻ കാണുന്നു അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇവരെല്ലാം ഈ കേരള എക്സ്പ്രസിനെ തുടക്കം മുതൽ ഇന്ന് വരെ നാളിതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അവിടുത്തെ അങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ രംഗത്ത് കേരള എക്സ്പ്രസ് വളരെ ഭംഗിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതൊന്നും ഞാനല്ല സത്യത്തിൽ ആ ജോലി ചെയ്യുന്നത്. ഞങ്ങളുടെ ഓൺലൈൻ എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്ന അനിൽ പെണ്ണുക്കര ഈ സദസ്സിലുണ്ട്. അദ്ദേഹം നല്ലൊരു ജേർണലിസ്റ്റാണ്, കലാകാരനാണ്. അദ്ദേഹത്തിന്റെ ഭാവനയുടെയും കലയുടെയും ഒരു സംഭവമാണ് ഈ ഓൺലൈനിലൂടെ കാണുന്ന പല കാര്യങ്ങളും. ബാബു സാർ ഈ പുസ്തകം എഴുതാൻ തുടങ്ങുമ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് 25 കഥകളായിട്ട് വന്നിരിക്കുന്ന ഈ ഓരോ സംഭവങ്ങളും നമ്മുടെ കൺമുമ്പിലുള്ള പല വ്യക്തികളുടെയും അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പൊ എഴുതുന്നതിന് മുമ്പ് സാധാരണ എന്നോടൊന്ന് കൺസൾട്ട് ചെയ്യും, ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പാര വരുമോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാറുമുണ്ട്. പക്ഷെ എങ്കിലും ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പച്ചയായ രീതിയിൽ എഴുതുവാനും ഫലിപ്പിക്കുവാനുമുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ് പ്രധാനമാണ്, എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആർട്ടുകളൊക്കെ എഴുതി ടൈപ്പ് ചെയ്ത് പല ഫോർമാറ്റിൽ എനിക്ക് അയച്ചു തന്നുകൊണ്ടിരുന്ന മാത്യൂസ് ഓരത്തരം. അദ്ദേഹമാണ് ഈ പുസ്തകം ലേഔട്ട് ആൻഡ് ഡിസൈൻ ഭംഗിയായിട്ട് ചെയ്തിരിക്കുക. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുക. ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, എഡിറ്റോറിയൽ ബോർഡിന്റെ പേരിൽ ഞാൻ ബാബു സാറിനെ അഭിനന്ദിക്കുന്നു. കേരള എക്സ്പ്രസിന്റെ നാളിതുവരെയുള്ള സേവനങ്ങളെ ആദരിക്കുന്നതിന് ഫലമായി ഈ അക്ഷരശ്രേഷ്ഠ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുവാനായിട്ട് പ്രിയ സുഹൃത്ത് മോൻസ് ജോസഫ് MLA ഞാൻ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഓൺലൈൻ എഡിറ്റർ ശ്രീ അനിൽ പെണ്ണുക്കര ഈ സദസ്സിലുണ്ട്. അദ്ദേഹം കൂടി ഈ വേദിയിലേക്ക് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. താങ്ക് യു. അധ്യക്ഷൻ ഏറ്റവും സ്നേഹബഹുമാനായ ശ്രീ തോമസ് ചാഴികാടൻ ex-MP, ഉദ്ഘാടകൻ ഏറ്റവും സ്നേഹബഹുമാനായ കടുത്തുരുത്തി MLA-യും മുൻ മന്ത്രിയും ഒക്കെയായ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, ഇന്ന് നമ്മളിവിടെ കൂടുവാൻ കാരണഭൂതനായ ബഹുമാനപ്പെട്ട പ്രൊഫസർ ബാബു സാർ, വേദി വളരെ പ്രൗഢഗംഭീരമാണ്. ഞാൻ എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല, സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. വേദിയിലുള്ള ബഹുമാനപ്പെട്ട വൈദികർ, മറ്റ് സഹോദരങ്ങൾ, ഈ സദസ്സിനെ അലങ്കരിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ബാബു സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് എഴുത്ത് അദ്ദേഹത്തിന് ഒരു തപസ്യയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ആമുഖമായി തന്നെ പറയട്ടെ, ഞാൻ ഓർമ്മിക്കുന്നത് ബാബു സാറിനെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് പച്ചപ്പാവാട എന്നാണ്.
ഞാൻ ബി.സി.എം കോളേജിലായിരുന്നപ്പോൾ, ഇവിടെ ഇരിക്കുന്ന ബി.സി.എം കോളേജിലെ ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സമയത്ത് ജൂബിലിയോടനുബന്ധിച്ച് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, ഓരോ ആർട്ടിക്കിൾ അവരവരുടെ ജീവിതാനുഭവങ്ങളിൽ കോർത്തിണക്കി എഴുതുവാനായിട്ട് പറയുകയുണ്ടായി. എൻ്റെ മനസ്സിലേക്ക് അന്ന് ഏറ്റവും ആദ്യം ഓടി വന്നത്, ഒരു 16-കാരിയായി ബി.സി.എം കോളേജിന്റെ പടിവാതിൽക്കലേക്ക് കാലുകുത്തിയപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായതും എന്നാൽ വളരെ തമാശ ചേർന്നതുമായ ഒരു സംഭവമായിരുന്നു. സിസ്റ്റർ സാവിയായിരുന്നു പ്രിൻസിപ്പൽ. രാവിലെ തരുണി മണികൾ മുട്ടിന് മുകളിലുള്ള നല്ല സുന്ദരമായ ഷോർട്ട് സ്കേർട്ടൊക്കെ ഇട്ട് ചിരിച്ചു കളിച്ച് കോളേജിലേക്ക് വരും. അവർ സിസ്റ്റർ സാവിയോ കാണാതെ പാത്ത് സ്റ്റെയർ കേസ് കയറി മറ്റ് സൈഡിലുള്ള തങ്ങളുടെ പഠന ക്ലാസ്സിലേക്കൊക്കെ അവർ നടന്നു നീങ്ങും. സിസ്റ്റർ കണ്ട അപ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് അവരെ വിളിച്ച് അകത്ത് കയറ്റി ഈ നല്ല ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സിസ്റ്റർ കൈവശം സൂക്ഷിച്ചിരുന്ന പച്ച പാവാട, പച്ചയെന്ന് പറഞ്ഞാൽ കട്ടും പച്ചയാ, കാണാൻ ഒരു ഭംഗിയില്ലാത്ത ഒരു പച്ചക്കളർ, ആ പാവാട ഇടിയിക്കുകയും ആ ക്ലാസ് തീരുന്നോടം വരെ ആ പച്ച പാവാടയിട്ട് കോളേജിൽ കൂടെ നടക്കുകയും ചെയ്യണമെന്നുള്ളത് സിസ്റ്ററിന്റെ ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു. നമുക്കറിയാം, ഞാൻ ഓർമ്മിക്കുന്നു, ബാബു പോൾ IAS എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ആദ്യകാല IASകാരിൽ ഒരാളായ ഇടുക്കി ജില്ലാ കളക്ടറൊക്കെ ആയിരുന്നു. അദ്ദേഹം സിസ്റ്ററിനെ വിശേഷിപ്പിച്ചിരുന്ന ഒരു പെൺ സിംഹം എന്നായിരുന്നു. അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പച്ചപ്പാവാടയെ കുറിച്ചാണ് എഴുതുവാനായിട്ട് തോന്നിയത്. ഞാൻ എനിക്ക് അറിയാവുന്ന വാക്കുകളിലൊക്കെ അത് എഴുതിയതിന് ശേഷം വത്സ വഴി ബാബു സാറിനെ ഏൽപ്പിക്കുകയുണ്ടായി. ബാബു സാർ ഈ പച്ചപ്പാവാട അതിമനോഹരമായി അത് എഴുതി തന്നത് ഇന്നും എൻ്റെ ഓർമ്മകളിൽ നിൽക്കുന്നു. അതിനുള്ള നന്ദി ഞാൻ അന്ന് പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയുകയാണ്. സാറിൻ്റെ ചെറുകഥാ സമാഹാരങ്ങളൊക്കെ ജോസ് കണിയാലി തൻ്റെ പത്രത്തിൽ പലപ്പോഴായിട്ട് എഴുതുകയും അതിൻ്റെ ഏതാണ്ട് 25 അങ്ങനത്തെ ചെറുകഥകളാണ് ഇന്ന് ഈ സ്വർണ്ണച്ചാമരമായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജോസ് കണിയാലിയും പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം അർഹമായ കരങ്ങളിലാണ് ഈ അവാർഡ് എത്തിയിരിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ അനർഹമായ കൈകളിലേക്ക് എത്താറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് അർഹനായ ഒരു വ്യക്തിയുടെ കൈകളിലേക്കാണ് എത്തിയിരിക്കുന്നത്. സാറിന്റെ പല കഥകളും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, തൻ്റെ ജീവിതാനുഭവങ്ങളുടെ നേർസാക്ഷ്യമാണ് തൻ്റെ തൂലികത്തുമ്പിലൂടെ സാർ എഴുതി വെക്കുന്നത്. ഈ വൈദ്യവേളയിൽ അധികം ഒന്നും പറയാനില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയും സാറിൻ്റെ തൂലികത്തുമ്പിലൂടെ സ്വർണ്ണച്ചാമരം പോലെ അതിനേക്കാൾ മികച്ചത്, ഇത് മോശമാണെന്നല്ല പറയുന്നത്, അതിനേക്കാൾ മികച്ച സംഭാവനകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടെ, എനിക്കറിയാം, ഭർത്താക്കന്മാർ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും വ്യാപൃതരാകുമ്പോൾ അവരുടെ വീട്ടിലെ സകല കാര്യങ്ങളും അല്ലെങ്കിൽ 100% പിന്തുണയും ഒക്കെ ആയിട്ട് പലപ്പോഴും ഭാര്യമാർ എല്ലാവരും രംഗത്തുണ്ടാവണമെന്നില്ല. വത്സയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് മര്യാദകേടാകുമെന്ന് കരുതി ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ എല്ലാം ഇവിടെ ഇരിക്കുന്ന ബി.സി.എം കോളേജിലെ ടീച്ചേഴ്സ് പലരും ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു. വത്സ സാറിന് 100% സപ്പോർട്ട് കൊടുത്തുകൊണ്ട് എന്നും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ സാറ് കുത്തിക്കുറിച്ച് കൊടുക്കുമ്പോൾ ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും അത് വായിക്കാൻ പറ്റത്തില്ല, പക്ഷെ വത്സയ്ക്ക് അത് മനസ്സിലാകുമായിരുന്നു. വത്സയും ഇത്തരണത്തിൽ അഭിനന്ദിക്കാൻ പ്രത്യേകം ഈ അവസരം വിനിയോഗിക്കുകയാണ്. സാറിന്റെ വളർച്ചയിൽ, സാറ് ഇന്ന് കടന്നു പോകുന്ന പാതയിൽ എവിടെയെല്ലാം കൈവച്ച മേഖലകളിലൊക്കെ തിളക്കമാർന്ന നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ കഴിഞ്ഞ വ്യക്തിയാണ് ബാബു സാർ.
അതിന് വത്സയ്ക്കുള്ള പങ്ക് വളരെ മികച്ചതാണ്. പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 10 വർഷക്കാലം അപ്പനാദേശിൻ്റെ ചീഫ് എന്ന നിലയിലും മലബാറിൽ നടന്ന ജ്ഞാനായ കൊടിയേറ്റ അനുസ്മരണ സമ്മേളനത്തിൽ റാലിയുടെയും മുഖ്യ സംഘാടകരും കോട്ടയത്തെ BCM കോളേജിൻ്റെയും ഉഴവൂർ സെൻറ് ജോൺസ് കോളേജിൻ്റെയും മാനേജരും ഇന്ന് കോട്ടയം അരമനയിൽ കയറി ചെന്ന് ചിരിച്ച മുഖവുമായി നമ്മെ സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട പറമ്പേട്ട അച്ഛനെ അനുഗ്രഹ പ്രവേശനത്തിനായി ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനായ ശ്രീ തോമസ് ചാഴികാടൻ HMB, പുസ്തക പ്രകാശന കർമ്മം നടത്തിയ കടുത്തുരുത്തി MLA ശ്രീ മോൻസ് ജോസഫ് അവറുകൾ, മുഖ്യ പ്രഭാഷണം നടത്തിയ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ഇന്നത്തെ ഈ സ്നേഹ കൂട്ടായ്മയ്ക്ക് കാരണഭൂതനായ ബാബു സാർ, സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു സ്നേഹ കൂട്ടായ്മയിൽ പങ്കെടുക്കുക. അതിൻ്റെ ബാബു സാറുമായിട്ട് വളരെ വൈകാരികമായി അഭേദ്യമാവിധം ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് ഇവിടെയുള്ള എല്ലാവരും. അപ്പം ഞാനും അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം സാറുമായിട്ട് ഉള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനും ഇവിടെ ആയിരിക്കുക. 2000 ആണ്ടിലാണ് ഞാൻ അപ്പനാദേശിലേക്ക് കാത്തലിക് മിഷൻ പ്രസിന്റെയും ജ്യോതി ബുക്ക് ഹൗസിന്റെയും ചാർജ് വഹിച്ചുകൊണ്ട് അവിടെ വരിക. 2003 അപ്പനാദേശിന്റെ പത്രാധിപരായി ഞാൻ നിയമിക്കപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു രംഗത്തെക്കുറിച്ച് യാതൊരുവിധ ഗ്രാഹ്യവും ഇല്ലായിരുന്ന, ഒരു പരിചയമില്ലായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പത്രത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് കടന്നു വന്നപ്പോൾ ആ പത്രാധിപ സമിതിയിൽ ബാബു സാർ ഉണ്ടായിരുന്നു. അതിലിരിക്കും ഞാൻ വരുന്നതിന് മുൻപ് തന്നെ ഉണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞു തരാനും തിരുത്താനും അഭിപ്രായങ്ങൾ പറയാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ സാറ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ ഒരു ചീഫ് എഡിറ്റർ എന്ന നിലയിൽ അതിനപ്പുറത്ത് ഒരു ആത്മബന്ധം അന്നു മുതൽ സാറുമായിട്ട് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇന്ന് വരെ ഇടയ്ക്കിടയ്ക്ക് കാണുവാനും സംസാരിക്കാനും ഓരോ വിശേഷങ്ങളൊക്കെ പറയുവാനും പല പരിപാടികളിൽ സ്നേഹ കൂട്ടായ്മകളിലൊക്കെ ഒന്നിച്ച് പങ്കെടുക്കാനായിട്ടൊക്കെ സാധിച്ചു. വളരെ അപ്പം അതുകൊണ്ടാണ് ആ ഒരു ആത്മബന്ധം പുലർത്തുന്നത് കൊണ്ടാണ്, നിലനിർത്തുന്നത് കൊണ്ടാണ് ആ ഒരു 6 മാസം മുമ്പ് തന്നെ ഈ ഒരു ചടങ്ങിനെ കുറിച്ച് എന്നോട് പറയുകയും അച്ഛൻ വരണമെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇത്ര നേരത്തെ തന്നെ പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ സാർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് പല തിരക്കുകൾ ഉണ്ടെങ്കിലും ഇവിടെ വരാനും ഇതിൽ ആശംസ പറയുവാനും ഞാൻ തയ്യാറായത്. ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ബാബു സാറിനെ പ്രത്യേകം ഈ ഒരു പുസ്തകം, ഇതൊരു ചെറിയൊരു പുസ്തകമാണ്. ഇതിന് പല പുസ്തകങ്ങൾ ഇതിനു മുൻപ് തന്നെ സാറ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. കേരള എക്സ്പ്രസ്സിൽ വന്ന ഈ പുസ്തകത്തിലെ ചില കഥകൾ സാറ് ചിലതൊക്കെ എനിക്ക് വായിച്ചു തന്നിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ അപ്പൊ ആ കഥകളൊക്കെ അന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഇന്നിപ്പോ ഇവിടെ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ഇവിടെ പങ്കുവെക്കുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ചുറ്റുപാടുമുള്ള ജീവിത സാഹചര്യങ്ങളെ ഗൗരവത്തോടെ കാണുന്ന ഒരു ചെറിയൊരു ഉത്തേജനം നൽകുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സ്പാർക്ക് നൽകുക എന്നുള്ളതാണ്. സാറിന്റെ ലേഖനങ്ങളിലൂടെ അപ്പനാദേശിൽ പല ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏതാണ്ട് 18 വർഷക്കാലത്തോളം തുടർച്ചയായി അപ്പനാദേശിൽ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ബാബു സാറ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. 38 വർഷക്കാലത്തോളം പത്രാധിപ സമിതിയിൽ അംഗമാണ്. 18 വർഷക്കാലത്തോളം എഡിറ്റോറിയൽ എഴുതിയത് അദ്ദേഹമാണ്. അങ്ങനെ അപ്പനാദേശിനും മറ്റു പല PRO എന്ന നിലയിൽ അങ്ങനെ മറ്റു പല മേഖലകളിലും ഇവിടെ KC വയലിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. കോട്ടയം അതിരൂപതയ്ക്ക് ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഒരു വ്യക്തി കൂടിയാണ്. സാറിന്റെ ഈ വിധത്തിലുള്ള നാനാവിധത്തിലുള്ള ഈ ശുശ്രൂഷകളെയെല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള നല്ല കൃതികൾ എഴുതാനായിട്ട് സാറിന് കഴിവുണ്ട്, സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ബാബു സാറിന് പറമ്പേട്ടത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായി പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെ മുൻ പ്രസിഡന്റും അപ്പനാദേശ്
പത്രത്തിൻ്റെ മുൻ ചീഫ് എഡിറ്ററും ഇപ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്നതായ ചൈതന്യ പാസ്റ്റർ സെൻറ്ററിലെ വിവിധ കമ്മീഷനുകളുടെ ചെയർമാനുമായ ഫാദർ മാത്യു മണക്കാട്ടത്തിനെ സ്നേഹപൂർവ്വം അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ മീറ്റിംഗ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ബാബു സാറ് എൻ്റെ കയ്യിൽ പുസ്തകം തന്നു. സ്വർണ്ണച്ചാമരം. ഞാൻ ഒന്ന് മറിച്ചു നോക്കാൻ അവസരം കിട്ടിയുള്ളൂ, വായിക്കാൻ പറ്റിയില്ല. പക്ഷെ സ്വർണ്ണച്ചാമരം എന്നുള്ള ടൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം, മുറിയിൽ പോയി ഗൂഗിൾ എടുത്ത് സ്വർണ്ണച്ചാമരം എന്നുള്ള ആ ഗാനം ഒന്ന് കേട്ടു. പഴയ സിനിമാ പാട്ടാണ്, ഇവിടെയുള്ള മുതിർന്നവർ കേട്ടിട്ടുള്ളതാണ്. സത്യൻ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ എന്നും പറഞ്ഞുള്ളൊരു പാട്ട്. ഈ സ്വർണ്ണച്ചാമരത്തിൻ്റെ അവതരണ അവസരത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു അനുഗ്രഹ പ്രഭാഷണം എന്നതിനേക്കാൾ ജോസ് കണിയാലിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഓർമ്മയുടെ ചെപ്പുകൾ തുറക്കാനാണ് എനിക്ക് ആഗ്രഹം. 45 വർഷത്തെ സൗഹൃദം ബാബു സാറുമായിട്ട് എനിക്ക് ഉണ്ട്. 1980-81 കാലഘട്ടത്തിൽ ഞാൻ KCYന്റെ ജോയിന്റ് ചാപ്ലൈനായിരുന്ന അവസരത്തിൽ ചാഴികാട് ടോമിയുടെ ജ്യേഷ്ഠൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാബു ചാഴികാടൻ പ്രസിഡന്റ് ആയിരുന്ന അവസരത്തിലൊക്കെ, അതിന് തൊട്ട് മുമ്പാണ് എനിക്ക് തോന്നുന്നു ബാബു സാറ് പ്രസിഡന്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്നേരം ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ് എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അത് നടത്തിയിരുന്നത് ഉള്ളൂർ കോളേജിലെ ക്ലാസ് മുറികളിലാണ്. നമുക്ക് ഈ ചൈതന്യം അന്നേരം ഇവിടെ ഇല്ല. അപ്പോൾ ആ ക്ലാസ് മുറിയിൽ അവിടെ ഡെസ്കിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് പോലും വിരിക്കാനില്ലാതെ കിടന്ന് ഉറങ്ങിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. 4 ദിവസത്തെ പ്രോഗ്രാമാണ് ഓറിയൻറ്റേഷൻ. അപ്പം അന്ന് ആരംഭിച്ച സൗഹൃദം, അന്ന് കണിയാലിയും അതുപോലെ തോട്ടപ്പുറത്ത് ജോർജ്, ഇവരൊക്കെ KCYന്റെ അന്നത്തെ നേതാക്കന്മാരാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു സൗഹൃദം പിന്നീട് ബാബു സാറ് ഉള്ളൂർ കോളേജിലെ മലയാള അധ്യാപകനായി നിയമിക്കപ്പെട്ടു. എനിക്ക് ഈ മലയാള ഭാഷയോട് എന്തെന്നില്ലാത്ത ഒരു താല്പര്യം ഉണ്ടായ ഒരു കാലഘട്ടമാണത്. മലയാള അധ്യാപകരോട് എനിക്ക് വലിയ സ്നേഹമായിരുന്നു. ഞാൻ ആ കാലത്തിലൊക്കെ, അതും അതിനുശേഷമൊക്കെ സുകുമാർ അഴീക്കോടിൻ്റെയൊക്കെ പ്രസംഗം എവിടെയുണ്ടെങ്കിലും ഒരുവിധം പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ പോയി കേൾക്കുമായിരുന്നു. അങ്ങനെ മലയാള ഭാഷയോടുള്ള ഒരു താല്പര്യത്തിൻ്റെ ഒരു തലത്തിലാണ് ഉപനാദേശത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് എന്നെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഒരു കാര്യം ബാബു സാറിനെ എഡിറ്റോറിയൽ ബോർഡിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം ഒരു പത്രം ഇറങ്ങുമ്പോൾ ഭാഷാശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അറിയാമായിരുന്നത് കൊണ്ട്. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പത്മനയുടെ തെറ്റും ശരിയും തെറ്റില്ലാത്ത മലയാളമൊക്കെ പല ആവർത്തി വായിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തല ബന്ധം സാറുമായിട്ട് ഉള്ളത് ഇന്നും തുടരുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുപോലെ ഈ KCYൽ സുഹൃത്തുക്കളും ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഷിക്കാഗോയിലൊക്കെ പോകുമ്പം സാധാരണ ജോസിനെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള ആ ഒരു ഓർമ്മ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുമ്പോൾ ഈ സൗഹൃദവും സ്നേഹവും നമ്മളുടെ മുന്നോട്ടുള്ള പോക്കിൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ഇന്ന് അത്ര എളുപ്പമല്ല, പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്നത്തെ കാലത്ത് അപ്പനാദേശിലെ ലൂസി ഒരു ചെറുകഥ എഴുതിയതും ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ അവസരത്തിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ ഞാൻ ഇവിടെ തന്നെയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ അത്യാവശ്യമായിട്ട് പ്രവനായിട്ട് പിറവത്തായിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ സമയത്തിനെത്താൻ വേണ്ടിയിട്ട് വളരെ വേഗം പിറവത്തിൽ ആദ്യ കുർബാന സ്വീകരണം ആ കുഞ്ഞിനോട് ഒരു വിശ്വസ് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഓടി പോന്നതാണ്. അപ്പോൾ ഈ അവസരത്തിൽ ബാബു സാറിൻ്റെ എല്ലാ കഥകളിലും നമ്മൾ സാധാരണക്കാരെയാണ് കണ്ടുമുട്ടുന്നത്. ഇതിനകത്ത് ഒരു അന്നമ്മച്ചെടുത്തിയുണ്ട്, ഒരു കൊച്ചേലിയുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് നിങ്ങൾ വായിക്കാൻ പോകുന്ന താരങ്ങളാണ്. അപ്പോൾ ആ കഥാസമാഹാരത്തിനും
അതുപോലെ തന്നെ ഇവിടെ അക്ഷരശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചതിനും വളരെ പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. എനിക്ക് സാധിക്കുന്ന അവസരങ്ങളൊക്കെ ഞാൻ ബാബു സാറിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. വടവാതൂര് പരിസ്ഥിതി പീഠത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന അവസരത്തിൽ ഞാൻ അവിടുത്തെ സെനറ്റിലെ ഒരംഗമായിട്ട് ഞാൻ ബാബു സാറിനെ ക്ഷണിക്കുകയും അവിടുത്തെ സെനറ്റ് മീറ്റിങ്ങിൽ സംബന്ധിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തു. ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ ലേറ്റായി. ഒരിക്കൽ കൂടി എൻ്റെ സുഹൃത്തായ ബാബു സാറിന് എല്ലാ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. KCBയുടെ സുവർണ കാലഘട്ടത്തിൽ അതിൻ്റെ അതിരൂപത ചാപ്പളിയിലും പടാതൊരു അപ്പസ്തോലിക സെമിനാരിലെ പ്രൊക്ടറേറ്ററും കോട്ടയം അതിരൂപത കോപ്പറേറ്റീവ് സെക്രട്ടറിയും എൻ്റെയും ബാബു സാറിൻ്റെയൊക്കെ ആത്മീയ പിതാവുമായ ബഹുമാനപ്പെട്ട പുതിയ നിലച്ചനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ തോമസ് ചാഴികാടൻ XMP അവരുകൾ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ മോൻസ് ജോസഫ് MLA, എന്നീ മീറ്റിംഗിൻ്റെ എല്ലാമായ പ്രൊഫസർ ബാബു തോമസ് പൂഴിക്കുന്നേൽ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, എന്നെ സംബന്ധിച്ച് പ്രധാനമായും ഞാനിവിടെ നിൽക്കുക ബാബു സാറിൻ്റെ ഇടവക വികാരി എന്നുള്ള നിലയിലാണ്. ബാബു സാറിൻ്റെ ഈ കാലഘട്ടത്തെ പൊതു കോൺട്രിബ്യൂഷനെ കുറിച്ച് വിവിധ മേഖലകളിൽ എന്തുമാത്രം ഏതൊക്കെ മേഖലകളിൽ വളരെ ശ്രേഷ്ഠമായ വിധത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നത് എനിക്ക് മുമ്പേ വന്ന പല പ്രസംഗങ്ങളിലും സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. സംസ്കൃതത്തിലെ ഒരു പ്രകാരം ഒരു പദ്യമുണ്ട്: സജാതോ യേന ജാതേന യാതിവംശ സമുന്നതി. അതിന്റെ അർത്ഥം ഇതാണ്: ആരുടെ ജനനം കൊണ്ട് സ്വന്തം വംശം ഉന്നതിയെ പ്രാപിച്ചുവോ അവനെ ജനിച്ചിട്ടുണ്ടോ. ആരുടെ ജനനം കൊണ്ട് സ്വന്തം വംശം ഉന്നതിയെ പ്രാപിച്ചുവോ അവനെ ജനിച്ചിട്ടുള്ളൂ. ബാബു സാറിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യാപക മേഖല ഒന്നാമത്തേക്കതാണ്. രണ്ടാമത്തേത് പ്രകാരം സാഹിത്യ മേഖലയിലേക്ക് പ്രവേശിച്ച് ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് 5 പുസ്തകങ്ങൾ എഴുതി അത് പ്രസിദ്ധീകരിച്ച് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലെ വായിക്കപ്പെട്ട് മുമ്പോട്ട് പോവുകയാണ്. അധ്യാപകൻ എന്നുള്ള നിലയിൽ ബാബു സാറിനെ കുറിച്ച് പറഞ്ഞാൽ, അതായത് മറ്റൊരു അധ്യാപകന്റെ സുഹൃതത്തിൽ അഭിരമിച്ച് ജീവിക്കേണ്ട ആവശ്യം സാറിനില്ല. സാറിനെ സംബന്ധിച്ച് അധ്യാപക ശുശ്രൂഷ രംഗത്ത് ഒരു ഭാഷാധ്യാപകൻ എന്നുള്ള നിലയിൽ വളരെ ശ്രേഷ്ഠമായ വിധത്തിൽ തൻ്റെ അധ്യാപക ശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയാണ്. ഹെർമൻ ഗുണ്ടറ്റ് അദ്ദേഹം തമാശ രൂപേണ അധ്യാപകരെ അല്പം കളിയാക്കിക്കൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ ഭാഷാ അധ്യാപകൻ, മലയാള അധ്യാപകനെ കുറിച്ച് പറയുമ്പോൾ, ഒരു മലയാള അധ്യാപകൻ സ്കൂളിൽ കുട്ടികളെ ഴ എന്ന വാക്ക് പഠിപ്പിക്കുകയാണ്. കുട്ടി ആവർത്തിച്ച് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ശ എന്ന് പറയാനേ പറ്റുന്നു. ഴ എന്ന വാക്കിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, അധ്യാപകൻ ശ്രമം തുടരുന്നു. 1 മാസം കഴിഞ്ഞു, കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല. ര എന്ന വാക്ക് പഠിപ്പിച്ചു തുടങ്ങുന്നു, കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല. റ എന്ന് പറഞ്ഞവൻ അവസാനിപ്പിക്കുക. ങ എന്ന വാക്ക് ഞ, അത് ഈ ഹെർമൻ ഗുണ്ടറ്റ് പറയുന്ന ഒരു അല്പം വിമർശനാത്മകമായ വിശദീകരണമാണ്. അപ്പൊ അവിടെ അദ്ദേഹം അത് കഴിഞ്ഞ് പറയുന്ന കാര്യം ഇതാണ്: ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമ്പോൾ ഴ എന്ന വാക്ക് പഠിപ്പിച്ച് 2 ആഴ്ച കഴിയുമ്പോഴും വിദ്യാർത്ഥിയുടെ നാവ് വഴങ്ങുന്നില്ല, അധ്യാപകൻ തന്റെ ശ്രമം ഉപേക്ഷിച്ചാൽ ആ അധ്യാപക ശുശ്രൂഷ രംഗത്ത് പറ്റുന്നയാളല്ലെന്നായി. ഇവിടെ ബാബു സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ സൂചിപ്പിച്ചത്, ആരുടെ ജനനം കൊണ്ട് സ്വന്തം വംശം, അതായത് അധ്യാപക
വംശം, അധ്യാപക വൃന്ദമെന്നുള്ള ആ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ രംഗമുണ്ടല്ലോ, അത് ബാബു സാറിനെ പോലെയുള്ള അതിശ്രേഷ്ഠരായ അധ്യാപകരുടെ അധ്യാപന ശൈലി കൊണ്ട്, ഭാഷയുടെയും അതോടൊപ്പം തന്നെ അധ്യാപക ശൈലി കൊണ്ട് ഒരു വിദ്യാർത്ഥി എപ്രകാരം പഠിപ്പിക്കണമെന്നുള്ള അധ്യാപകന്റെ പാഠവം കൊണ്ടും കഴിഞ്ഞ കാലങ്ങളിലെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ രംഗത്ത് തെളിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു രംഗത്ത് അന്ന് പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ അക്ഷരശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കുമ്പോഴേ, അതുകൊണ്ട് തന്നെ തികച്ചും അർഹനായ ഒരു വ്യക്തിക്കാണ് അത് നൽകിയ ഇതിന് ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അനുമോദിക്കുക കൂടി ചെയ്യുകയാണ്. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ നോവൽ, ചെറുകഥ പോലെയുള്ള രംഗങ്ങളിലേക്കുള്ള പ്രവേശനം തീർച്ചയായിട്ടും ബാബു സാറിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് റിട്ടയർമെന്റിന്റെ കാലത്ത് MT വാസുദേവൻ പറയുന്നത് ഇപ്രകാരം: ഞാൻ എന്നോട് സംവദിക്കുന്നതാണ്. അതായത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് എന്നോട് പറയുന്ന വർത്തമാനമാണ് എൻ്റെ പുസ്തകങ്ങളായിട്ട് പിന്നീട് രൂപപ്പെടുന്നത്. ഞാൻ എന്നോട് വർത്തമാനം പറയുമ്പോൾ എന്നോട് വിരുദ്ധാശയങ്ങളുടെ സംഘർഷം എൻ്റെ ഉള്ളിലുണ്ടാകും. അത് ചിലപ്പോൾ എന്നിൽ സന്തോഷം ജനിപ്പിക്കും, ചിലപ്പോൾ സങ്കടം ജനിപ്പിക്കും. ഈ സന്തോഷവും സങ്കടവും എൻ്റെ മുൻപിൽ പേനത്തുമ്പിലൂടെ അക്ഷരങ്ങളായിട്ട് മാറുമ്പോൾ അത് ജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നും. എനിക്ക് വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. ബാബു സാറിനെ സംബന്ധിച്ച് ഈ പറയുന്ന മേഖലയിലേക്കുള്ള കടന്നുവരവും മുമ്പോട്ടുള്ള യാത്രയും തീർച്ചയായും ഈ കാലത്ത് അദ്ദേഹം റിട്ടയർമെന്റിലാണ്. വീട്ടിലെ കുറെ അധികം സമയം ഈ പറയുന്ന തന്നോട് തന്നെ വർത്തമാനം പറയാൻ, തന്നോട് തന്നെ സംവദിക്കാൻ ഉള്ള സമയമുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിലേക്കുള്ള കടന്നുവരവും വളർച്ചയും തീർച്ചയായും അഭിനന്ദനാർഹമാണ്. സാറ് ഇനിയും മുൻപോട്ട് ഈ മേഖലയില് കൂടുതൽ തീഷ്ണതയോടെ ഈ എഴുത്തിന്റെ മേഖലയിൽ പ്രവർത്തിച്ച് കൂടുതൽ നാടിന്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, വായന ലോകത്ത് കൂടുതൽ ഉദാത്തമായ വിധത്തിലുള്ള സംഭാവനകൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലുള്ള അനുമോദനങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ അൽമായ സംഘടനയായ KCCNയുടെ മുൻ പ്രസിഡന്റും അമേരിക്കയിലുള്ള മലയാളികളുടെ ഒരു പ്രമുഖ സംഘടനയായ ഫോമയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന ശ്രീ ബേബി ഊരാളിനെ സ്നേഹപൂർവ്വം ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ബഹുമാന്യനായ തോമസ് ചാഴികാടൻ അവറുകളെ, ബഹുമാനായ മോൻസ് ജോസഫ് MLA, ഈ യോഗത്തിൻ്റെ മണവാളനായ ശ്രീ ബാബു തോമസ് പുഴിക്കുന്നേൽ, സ്നേഹം നിറഞ്ഞ വൈദികരെ, സുഹൃത്തുക്കളെ, എനിക്ക് ബാബു സാറിനെ ആദ്യം പരിചയപ്പെടുത്തി തന്നത് എൻ്റെ രണ്ട് നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ KCCNയുടെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് എൻ്റെ മുൻഗാമിയായിരുന്ന ശ്രീ ജോസ് കണിയാലിയും അന്ന് KCCNയുടെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് കോട്ടൂരച്ഛനുമാണ്. ഏത് കാര്യം ചോദിച്ചാലും പറഞ്ഞാലും ഞങ്ങൾ ബാബു സാറുമായിട്ട് റെഫർ ചെയ്യുമായിരുന്നു, ബാബു സാറിൻ്റെ ഉപദേശം തേടുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കൊരു മാർഗദർശിയായിരുന്നു ബാബു സാർ എന്ന് പറയാതിരിക്കുവാൻ സാധിക്കും. ഈ അവസരത്തിൽ ഞാൻ കൂടുതലായിട്ട് സാറിൻ്റെ കൃതികളെ പറ്റിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. എനിക്ക് ബാബു സാറിനെ പറ്റി എന്നും ഓർക്കുന്ന ഒരു കാര്യം, ബാബു സാറിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ബാബു സാറിന് ഭാര്യയോടുള്ള ആ സ്നേഹം. ബാബു സാറ് എത്ര പ്രാവശ്യം വത്സേ വത്സേ എന്ന് വിളിക്കുന്നു എന്ന് ബാബു സാറിന് പോലും അറിയത്തില്ല. അത് വളരെ അട്രാക്റ്റീവാണ്. വളരെ സ്നേഹനിർഭരമായ അവരുടെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. സാറിൻ്റെ
പുസ്തകത്തെപ്പറ്റി നിങ്ങളെല്ലാവരും പറഞ്ഞു. അത് നമ്മളുടെ തന്നെ ജീവിതാനുഭവമാണ്, നമ്മളെ തന്നെയാണ് പറയുന്നത്, നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള കാര്യത്തെ പറ്റിയാണ് ബാബു സാർ എഴുതുന്നത് എന്ന്. അതുപോലെ ഞാനൊരു കൊച്ച് കവിത ഇടയ്ക്കിടയ്ക്ക് കേരള എക്സ്പ്രസിൽ വായിക്കും. അത് മറ്റാരുടെയുമല്ല, ജോസിന്റെ പ്രിയഭക്തി ലൂസിയുടേതാണ്. ലൂസി ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അതിനെപ്പറ്റി വളരെ ലളിതമായി, വളരെ സുന്ദരമായി ഓരോ കവിതകൾ എഴുതാറുണ്ട്. ലൂസിയും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ആ കാര്യത്തിൽ ലൂസിയെ അഭിനന്ദിക്കുകയാണ്. ജോസിനെ പറ്റി, കേരള എക്സ്പ്രസിനെ പറ്റി പറഞ്ഞാൽ, ജോസ് എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ KCCNയുടെ പ്രസിഡന്റ് ആകാൻ കാരണം തന്നെ ജോസ് കണിയാലി. അദ്ദേഹം എൻ്റെ മുൻഗാമിയായിരുന്നു. എങ്ങനെയാണ് മത്സരിക്കേണ്ടത്, ആരെയാണ് വിളിക്കേണ്ടത്, എപ്പോൾ വിളിക്കണം, എപ്പോൾ ചെന്ന് കാണണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ദിവസവും എനിക്ക് പറഞ്ഞു തന്ന് എന്നെ, ശരിക്കും ഞാൻ ജോസിൻ്റെ ഒരു ശിഷ്യനാണ്. കരുത് പ്രായത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ ജോസിൻ്റെ ഒരു ശിഷ്യനാണെന്ന് പറയാം. അങ്ങനെ ആ ജോസ് ഇന്ന് സമ്മാനിച്ച ഈ അവാർഡ് ഏറ്റവും അക്ഷരശ്രേഷ്ഠ അവാർഡ്, അത് തികച്ചും അർഹനായ ഒരു വ്യക്തിയാണ് ബാബു സാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സമയത്ത് ഞാൻ ബാബു സാറിനെ അഭിനന്ദിക്കുകയാണ് ആ അവാർഡ് നേടിയത്. അതുപോലെ ഇവിടെ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ബാബു സാറിൻ്റെ കുടുംബത്തിനും ജോസ് കണിയാലിക്ക് കുടുംബത്തിനും എല്ലാ പ്രത്യേക സ്നേഹ ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. KCVL കുടുംബത്തെ ജ്യേഷ്ഠ സഹോദരന്മാരായിരുന്നു പ്രൊഫസർ ബാബു പുഴുകുന്നൽ, പ്രിയപ്പെട്ട SHNA ബാബു ചാഴികാടൻ, ജോസ് കണിയാലി, ഡെന്നി ഊരാളി. KCVLന്റെ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ നേതൃത്വം നൽകിയവരൊക്കെയാണ്. ഞാൻ ഓർക്കുന്നു, ഇവരൊക്കെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ MLAമാരോ MP മാരൊക്കെ ആയി മാറേണ്ടതാണ്. ഈ സ്റ്റേജ് കയറുമ്പോൾ ഞാൻ ഓർത്ത് ഇതൊക്കെ നാട്ടിലുണ്ടെങ്കിൽ MLA MP ഒക്കെ ആകേണ്ടതായിരുന്നു. അങ്ങനെ ഇന്നും നാടിനുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന അമേരിക്കയിലാണെങ്കിലും ഇന്നും നാടിനുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഡെന്നി ഊരാളിയെ ആശംസാ പ്രസംഗത്തിനോട് ക്ഷണിക്കുന്നു. ബഹുമാനരായ വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ ചില ചിതറിയ ചിന്തകൾ ഞാനിവിടെ വായിക്കുകയാണ്. സ്വർണച്ചാമരം പുസ്തകത്തിന്റെ പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ നടക്കുമ്പോഴും കാർ ഓടിക്കുമ്പോഴും ഞാൻ പാടുന്ന ഒരു സ്വപ്നഗാനമാണിത്. സ്വർണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. സ്വപ്നഭൂമികളിലൂടെ ഒരു അപ്പൂപ്പൻ താടിയെ സഞ്ചരിക്കുന്നത് എത്ര സുഖപ്രദമാണ്. അല്ലെങ്കിൽ അതാണല്ലോ നമ്മെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന സന്തോഷകരമായ അനുഭവം. ഈ പുസ്തകത്തിലെ എല്ലാ കഥകളും ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. മയാമിയിലെ സായാഹ്നങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. കേരള എക്സ്പ്രസിൽ ഞാൻ ഈ കഥകൾ വായിച്ചപ്പോൾ അമേരിക്കൻ മലയാളികളുടെ പല മുഖങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പ്രവാസ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഒരു ശരാശരി മലയാളി അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ദൈന്യ ചിത്രങ്ങൾ എത്ര മധുരമായിട്ടാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഭാഷയറിയാതെ, വഴിയറിയാതെ, മൊബൈൽ ഫോണില്ലാതെ ചുറ്റിത്തിരിയുന്ന നായകന്മാർ ഒട്ടേറെ ഓർമ്മകൾ എനിക്ക് പകർന്നു നൽകി. പ്രവാസ ജീവിതത്തിന്റെ സുഖദുഃഖ ദുരിതങ്ങൾ ബാബുജി വളരെ നർമ്മമധുരമായി ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. സ്നേഹിതരെ, ഞങ്ങൾ തമ്മിൽ ഏകദേശം അരനൂറ്റാണ്ടിൽ പരം പഴക്കമുള്ള പരിചയവും സൗഹൃദവുമാണുള്ളത്. എൻ്റെ സഹോദരൻ ഊരാളിൽ സൈമൺ അച്ഛൻ 70കളുടെ ആരംഭത്തിൽ സംക്രാന്തി പള്ളിയിൽ വികാരിയായിരുന്നപ്പോൾ തുടങ്ങിയ ബന്ധമാണത്. ഞങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെ 40ാമത് വിവാഹ വാർഷികം, അതേ റൂബി ആനിവേഴ്സറി, കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യയിലെ ബാലിയിൽ വെച്ച് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിച്ചതിൽ ഉണ്ടായിരുന്ന ചാക്കോച്ചൻ ഇവിടെ വന്നിട്ടില്ല, റോസം ഇവിടെയുണ്ട്. അത് ആഘോഷിക്കാൻ സാധിച്ചതിൽ എത്രയോ സന്തോഷകരമായ ദൈവാനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ഞങ്ങളുടെ സൗഹൃദത്തിൽ പ്രസംഗം, വായന,
രസകരമായ സംഭാഷണങ്ങൾ എല്ലാം ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അമേരിക്കയിലെ പല മലയാളി സുഹൃത്തുക്കളുടെയും സംശയങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു എൻസൈക്ലോപ്പീഡിയയാണ് ബാബുജി എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ശുദ്ധമായ മലയാള ഭാഷയിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ തെളിമയോടെ അവതരിപ്പിക്കുവാൻ എന്റെ സുഹൃത്തിന് പ്രത്യേകമായ കഴിവ് തന്നെയുണ്ട്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും പരസ്പരം അറിയുന്നവരും സ്നേഹിക്കുന്നവരുമാണ്. സൗഹൃദത്തിന്റെ ഒരു പൊന്നൂല് നമ്മെ എല്ലാവരെയും ബന്ധിച്ചിരിക്കുകയാണ്. ബാബുജിക്ക് എഴുത്തുപടികൂടെ മുന്നോട്ട് പോകുവാൻ നല്ലവനായ ദൈവം വീണ്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കേരള എക്സ്പ്രസ് നൽകിയ ഈ അവാർഡ്, അക്ഷരശ്രേഷ്ഠ അവാർഡ്, തികച്ചും അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ബാബുജി. അത് ഈ കോട്ടയം എന്ന് പറയുന്ന അക്ഷരമുറ്റത്ത് തന്നെ നൽകുവാൻ കേരള എക്സ്പ്രസിന് എന്റെ പ്രിയ സഹോദരൻ ജോസ് കടിയാലിക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന്റെയും മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ലവനായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ചിക്കാഗോ കാത്തലിക് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ ജ്ഞാനേയ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റും നോർത്ത് അമേരിക്കയിലെ ഒരു വ്യവസായിയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ അമരത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ഉള്ള ശ്രീ കോക്കാട്ടിന്റെ ആശംസാ പുസ്തകത്തിനായി ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ തോമസ് ചാഴികാരൻ എം പി, എക്സ്-എം പി, അതുപോലെ തന്നെ ഇന്നത്തെ സ്വർണ്ണച്ചാമരം എന്ന പുസ്തകം പ്രകാശനം ചെയ്ത കടുത്തുരുത്തിയുടെ പ്രിയങ്കരനായ MLA മോൻസ് ജോസഫ്, അതുപോലെ ഇന്നത്തെ മാൻ ഓഫ് ദ ഡേ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രിയങ്കരനായ ബാബു സാറ്, മറ്റു വൈദികര്, ഇതിലും നമ്മുടെ പ്രിയങ്കരനായ കേരള എക്സ്പ്രസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോസ് കണിയാലി, മറ്റു വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ഇവിടെ പ്രധാനമായിട്ട് 2 ചടങ്ങുകളാണ് ഇവിടെ നടന്നത്. ഒന്ന്, സ്വർണ്ണചാമരം എന്ന് പറയുന്ന ഈ ബുക്ക്, അതായത് കേരള എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ച 25 നോവലുകൾ, അതായത് 25 കഥകളുടെ ഒരു ഡോക്യുമെന്റേഷൻ. അതായത് ആ ഡോക്യുമെന്റേഷൻ നമ്മൾ പലരും കേരള എക്സ്പ്രസിലൂടെ വായിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കോർത്തിണക്കി ഈ സ്വർണ്ണചാമരം എന്ന പുസ്തകം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ച നമ്മുടെ പ്രിയങ്കരനായ ബാബു സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്ന 6ാമത്തെ പുസ്തകമാണിത്. വരും കാലങ്ങളിൽ ഇതുപോലെയുള്ള നല്ല സമാഹാരങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാന് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്ന് കേരള എക്സ്പ്രസിന്റെ പേരിൽ അക്ഷരശ്രേഷ്ഠ എന്ന പുരസ്കാരം തികച്ചും മുൻ പ്രാസംഗികരെല്ലാം പറഞ്ഞ പോലെ തന്നെ തികച്ചും അർഹനായ വ്യക്തിയാണ് ഡോക്ടർ ബാബു സാറ്. അത് നൽകുവാനായിട്ട് മുന്നോട്ട് വന്ന ഈ പഞ്ചേട്ടനും ജോസ് കണിയാലിക്കും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അത് സ്വീകരിച്ച ബാബു സാറിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച സൗഹൃദ കൂട്ടായ്മയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ അവാർഡ് ദാന ചടങ്ങും പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ആശംസ അറിയിക്കുന്ന നിരവധി സമുദായിക നേതാക്കന്മാർ വേദിയിലുണ്ട്. ആരും ഇനി പ്രസംഗിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ബാബു സാറിനെ ക്ഷണിക്കുന്നു. അഭിവന്യരെ, പ്രിയപ്പെട്ടവരെ, പേര് പറയാൻ പോയ നിങ്ങളെല്ലാം പേര് പറയും. അതുകൊണ്ടാണ് ഞാൻ ആ 2 വിശേഷണങ്ങൾ അത് ഒതുക്കിയത്. നമ്മുടെ ഈ ഒരു കൂടിച്ചേരലിന് 1 മണിക്കൂർ പിന്നിട്ടു, അല്പം വൈകിപ്പോയി. ഞാനിവിടെ വിസ്മയത്തോടെയാണ് ഇരുന്നത്. എന്നെക്കുറിച്ചാണല്ലോ ഇവരിതെല്ലാം പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു വിസ്മയമായി. വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്കണം. കക്കാടിന്റെ സഫലമി യാത്രയിലെ ഏറ്റവും ആകർഷകമായ ഒരു വരി. ആ വിസ്മയം പോലെ ലഭിച്ച ഈ നിമിഷത്തിന് ഞാനത് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വാചകം, എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെയാണ് നിന്റെ മനസ്സ്. എൻ്റെ നിക്ഷേപം എവിടെയാണ്? എൻ്റെ നിക്ഷേപം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ സൗഹൃദങ്ങളിലാണ്. ആ സൗഹൃദങ്ങളിൽ നിന്ന് കിട്ടുന്ന പലിശയും കൂട്ടുപലിശയും ഒക്കെയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ കൊച്ചു ഹാളിൽ വന്നിരിക്കുന്ന എല്ലാവരും എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ളവർ. ഇവിടെ ആരും VIP കളില്ല. അഭിമന്യ വൈദികരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായ ജ്യേഷ്ഠ സുഹൃത്തുക്കളായിട്ടാണ് ഞാൻ അവരെ ബഹുമാനിക്കുന്നത്. ഞാൻ കണ്ടും കേട്ടും അറിഞ്ഞവർ മാത്രമാണ് ഇവിടെ ഉള്ളത്. റോഷിയാകേശൻ വന്നിട്ടില്ല, അദ്ദേഹവും VIP അല്ല, എൻ്റെ ശിഷ്യന്റെ സ്ഥാനത്ത്. അദ്ദേഹം എന്നെ വിളിച്ചു. ഞാനൊരു സമരപന്തലിലാണ്. രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഇല്ലായിരുന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുകയാണ്. മുഖ്യമന്ത്രി പോന്നിട്ട് പോരാമെന്ന് നോക്കും, അദ്ദേഹം പോകുന്നില്ല. ക്യാപ്റ്റൻ ഇവിടെ തന്നെ ഇരിപ്പാൻ, ഞാൻ എങ്ങനെ പോരും? അവസാനം 2:30 വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറിന് വരണ്ട, ഞങ്ങൾ നടത്തിക്കോളാം. അങ്ങനെയാണ് ഇവിടെ ഈ ചടങ്ങ് നടക്കുന്നത്. അപ്പോ ആ സൗഹൃദം ഞാൻ ആസ്വദിക്കുന്നു. എൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, എൻ്റെ സഹോദരന്മാരുണ്ട്, എൻ്റെ സഹപാഠികളുണ്ട്. SH വേണ്ടി പഠിച്ച എൻ്റെ കൂട്ടുകാർ കുടുംബസമേതം വന്നവരുണ്ട്. മാന്നാനം കോളേജിലെ എൻ്റെ സഹപാഠികളുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, പറഞ്ഞ വിട്ടുപോയി പേടിക്കും. SB കോളേജിലെ എൻ്റെ സഹപാഠികളുണ്ട്. KCY-യിലെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ഇടവക്കാരുണ്ട്. എന്നെ ഓരോ തരത്തിൽ സഹായിക്കുകയും വളർത്തുകയും ചെയ്തവരുണ്ട്. ഞാൻ ഒത്തിരി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഒരിടത്ത് ഞാൻ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല. ഒക്കെ താമസിച്ചത് എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിലാണ്. അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. നാട്ടിലും വിദേശത്തും എനിക്ക് സൗഹാർദ്ദത്തിന്റെ ഒരു ചൂണ്ടുവിരൽ കാണിച്ച് നീട്ടിപ്പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയവരെല്ലാം ഞാൻ ഈ മനസ്സിൽ സ്നേഹമായി, സന്തോഷമായി, നന്ദിയായി സൂക്ഷിക്കുന്നു. ഇവിടെ മോൻസ് ജോസഫിനെ കുറിച്ച് പറഞ്ഞത് ശരിയാ. അദ്ദേഹമൊക്കെ ഞങ്ങളുടെ വിദ്യാർത്ഥി സമ്മാനമാണ്. തെള്ളം ഹോളി ക്രോസ് സ്കൂളിൽ ഒരു മികച്ച വിദ്യാർത്ഥിക്ക് ഒരു ട്രോഫി കൊടുത്തപ്പോ അന്ന് KSC പ്രസിഡന്റ് ആയിരുന്ന മോൻസ് അവിടെ വന്നിരുന്നത് EP മാത്യു സാറാണ് വിളിച്ചോണ്ട് വന്നത്. ഞാൻ ഓർക്കും. അദ്ദേഹം ഇന്ന് കേരളത്തിലെ സീനിയറായ ഒരു MLA. ടോമിച്ചേട്ടന്റെ കഥ പറഞ്ഞു. ഞങ്ങൾ ബാബുവിനെ കാണാൻ ചെല്ലുമ്പോ ഒരു ബാങ്ക് മാനേജറുടെ ഗമയോട് നടന്നു പോകുന്ന ടോമിച്ചേട്ടനെ കണ്ടു. ഒരു ബാഗൊക്കെ തൂക്കി. എന്നാ ഉണ്ട്? അന്ന് ഇത്ര സൗഹാർദ്ദമൊന്നും ഇല്ല. അദ്ദേഹത്തിന്റെ തല നിറയെ അക്കങ്ങളും അക്ഷരങ്ങളും ബാങ്കിന്റെ പ്രശ്നങ്ങളൊക്കെ അല്ലേ. പിന്നെ അദ്ദേഹം ഒരു ജനപ്രതിനിധി. അന്ന് മുതൽ ഞങ്ങളൊക്കെ കൂടെയുണ്ട്. അത് എന്തൊരു ബന്ധമാണ്, എന്തൊരു സ്നേഹമാണ്. എപ്പോഴും വിളിക്കാവുന്നത്. ഇവരെയൊക്കെ ഞാൻ എപ്പോഴും വിളിക്കുന്നവരും പറയുന്നവരുമാണ്. പേര് പറയാൻ പോയാൽ ഒത്തിരി പേരുണ്ട്, ഞാൻ പറയുന്നില്ല, ആരുടെയും പേര് പറയുന്നില്ല. KCY-യിൽ ചില സുഹൃത്തുക്കളുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ എന്നോട് പഠിച്ച പിള്ളേരെ കേട്ടോ. അവരൊക്കെ ജോലി കഴിഞ്ഞ് വന്നിരിക്കുക. അവരൊക്കെ ഞാനെന്താ പറയുക, നിങ്ങൾ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഊർജവും നിങ്ങളുടെ പണവും ഒക്കെ ചെലവഴിച്ച് എളിയവനായി ഇവിടെ വന്നതിൽ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു നന്ദി ഞാൻ പറയട്ടെ. ഞാൻ 35 വർഷം അധ്യാപകനായിരുന്നു. അവസാനത്തെ 5 വർഷം ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം ഒരു വനിതാ കോളേജിലാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സുന്ദരികളായ വനിതകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ 2 കോളേജ് പഠിപ്പിക്കാൻ ഭാഗ്യം എനിക്കുണ്ടായി. അതൊക്കെ ഞാൻ ആസ്വദിച്ചു. എന്നും ഞാനൊരു അധ്യാപകനാണ്. ഞാനൊരു പ്രിൻസിപ്പളിനേക്കാൾ ഞാൻ ആസ്വദിച്ചത് എൻ്റെ അധ്യാപന ജീവിതമാണ്. എൻ്റെ ക്ലാസ് റൂമിലെ എൻ്റെ വിദ്യാർത്ഥി. ഇന്ന് ഞാനൊരു അധ്യാപകനാണ്. അച്ഛനൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ ആഴ്ചയിൽ 2 മണിക്കൂർ പഠിപ്പിക്കാൻ പോകുന്നു. അത് എനിക്കൊരു സന്തോഷം. അപ്പോ നിങ്ങളെയൊക്കെ കണ്ടതില്, നിങ്ങളൊക്കെ വന്നതില്, ഈ ഇത്രയും സമയത്തോടെ ക്ഷമയോടെ ഇരുന്നതില്, നല്ല വാക്കുകൾ പറഞ്ഞതില് ഞാൻ ഒട്ടേറെ നന്ദികളാണ്. നമുക്ക് ഈ ഈ സായാഹ്നത്തിന് ഞങ്ങൾ പേരിട്ട് തന്നെ സൗഹൃദ സായാഹ്നമാണ്. ഒക്കെ സൗഹൃദമാണ്, മുഴുവൻ സൗഹൃദമാണ്. സൗഹൃദത്തിന്റെ പുഞ്ചിരികളാണ് ഞാൻ കാണുന്നത്. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കെ ഉദിക്കുകയാണ് എന്നിൽ 1000 സൗരമണ്ഡലം. പുഞ്ചിരിച്ചും പുഞ്ചിരിപ്പിച്ചും നമ്മൾ സൗരമണ്ഡലങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുപ്പിന്റെ ഈ ലോകത്തിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കടകമ്പോളങ്ങൾ, വീടുകൾ നമ്മൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള നല്ല മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നത്. സഹൃദരായ മനുഷ്യർ, സഹൃദയത്തിന്റെ സമ്പന്നതയുള്ളവർ, സഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ നിക്ഷേപമുള്ളവർ. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഞാൻ നിങ്ങളെ ആദരിക്കുന്നു. പിന്നെ ഒരു വാക്ക് പറയണമല്ലോ, എനിക്കൊരു ചെറിയ പുരസ്കാരമുണ്ട്. വലിയ അവാർഡായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ വലിയ എഴുത്തുകാരനുമല്ല, വലിയ കഥാകൃത്തുമല്ല. അതേക്കുറിച്ച് CL തോമസ് കൃത്യമായിട്ട് പറഞ്ഞു. CL എൻ്റെ അഭിവാദ്യം, കൃത്യമായിട്ടൊരു വിലയിരുത്തല. മഹത്തായ കഥകളൊന്നുമല്ല, പക്ഷെ ഒരു ഡോക്യുമെന്റേഷനാണ്. കറക്റ്റ്, ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോ അത് എഴുതാനൊരു പ്രേരണ ജോസ് കണിയാരി. ഞാൻ വീട്ടിൽ ഇങ്ങനെ എന്നെ ശാരീരികസ്ഥേരം മടി പിടിച്ചിടിക്കും, വിളിക്കും. ഇന്ന് വൈകുന്നേരം രാവിലെ വിളിക്കും. കാരണം അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കും. വിളിക്കാൻ വേറെ ആളെ കിട്ടത്തില്ല. വർത്തമാനം പറയാൻ ഞാനേ ഉള്ളൂ. രാവിലെ വിളിച്ചാൽ ഭയങ്കര തിരക്കാതെ പറയും.
അവരൊരു ദിവസം 5 ശവാടം ഈ രാജു അലപ്പാട്. അപ്പൊ അവനെ വിളിച്ചാൽ കിട്ടാറില്ല. അപ്പൊ ബാബുജി വിളിക്കും, എന്നെടുക്കോ ഞാൻ ചുമ്മായിരിക്കുക, എല്ലൊക്കെ എഴുത്. അങ്ങനെ നിരന്തരമുള്ള ഒരു പ്രേരണയാണ്. ഞാൻ എഴുതും, എഴുതിയാൽ പോരാ, അത് ടൈപ്പ് ചെയ്യണം. ഉടനെ ഞാൻ ഒരത്തേൽ മാത്യുവിന് അയച്ചു കൊടുക്കും. മാത്യു ഒത്തിരി തിരക്കുള്ള ഒരു വലിയ ആർട്ടിസ്റ്റാണ്, എങ്കിലും എന്നോടുള്ള സ്നേഹത്തിന് അത് ടൈപ്പ് ചെയ്യിപ്പിച്ച് അത് 2 ഫോമാറ്റിൽ അയച്ചു കൊടുക്കും. അത് കിട്ടേണ്ട താമസം അത് കേരള എക്സ്പ്രസ്സിൽ വന്നു കഴിയും. അങ്ങനെയാണ് ഈ കഥകളൊക്കെ വന്നത്. നമുക്കറിയാം, ഒരു പ്രേരണയില്ലാതെ ഒന്നും ഉണ്ടാകത്തില്ല. ആ ഒരു പ്രേരണയ്ക്ക് ജോസിനോടുള്ള പ്രത്യേകം നന്ദിയുണ്ട്. അദ്ദേഹം ഒരു ചെറിയ സമ്മാനമൊക്കെ തന്നല്ലോ, അതിനും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് കഴിയുമ്പോൾ ചെറിയൊരു ചായ സൽക്കാരമുണ്ട്. അവിടെ നേരെ നടന്ന മെസ്സുകളുണ്ട്, അവിടെ പോയി എല്ലാവരും കാപ്പി കുടിക്കണം. പിന്നെ ഇതിക്കുള്ളിൽ എനിക്ക് നന്ദി പറഞ്ഞാൽ അറിയാൻ മേല. എല്ലാവർക്കും നന്ദി, നന്ദി, നന്ദി. താങ്ക് യു.